വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ട്. പാപികളും ദ്രോഹികളും ആയ വർഗത്തെ പാപികളും ദ്രോഹികളും ആയ വർഗത്തെ വീണ്ടെടുപ്പാ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. ദൈവത്തിന്റെ എല്ലാവരും ചേർന്ന് ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ. പാടിക ഒരുമിച്ച്. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. സദസ്സൊരുമിച്ച് പാടിയാണ്. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീര് ക്ഷകരാ. ഒരുമിച്ച്. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീര് ക്ഷകരാ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആത്മമണ്ഡലത്തെ തുറന്നു തരണമേ. ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ സഹായിക്കേണ്ടതിന് ഈ ഹാളിൽ അങ്ങ് ഇറക്കി നിർത്തുന്ന വിശ്വസ്തതയ്ക്ക് സ്തോത്രം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ മറയുന്നു. എല്ലാം മറന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തീകരിക്കും. ഈ ജനത്തെ ബ്ലസ് ചെയ്യും. കർത്താവ് ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? എല്ലാവർക്കും കൂടെ ചേർന്ന വാക്യം ഒരുമിച്ച് ഒന്ന് വായിക്കാം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ഈ വാക്യത്തിനകത്ത് 2 വിധത്തിലുള്ള കൂട്ടായ്മകളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. 2, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. വാസ്തവത്തിൽ ബൈബിൾ ഒരു കൂട്ടായ്മയുടെ പുസ്തകമാണ്. നമ്മൾ പഴയ നിയമം വായിച്ചാലും പുതിയ നിയമം വായിച്ചാലും ബൈബിൾ കൂട്ടായ്മയുടെ ചരിത്രമാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പക്ഷെ കൂട്ടായ്മ എന്ന് പറയുന്ന പദം അത്ര കാര്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കൂട്ടായ്മ എന്ന അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന
പല വാക്യങ്ങൾ പല നിലകളിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെൻ്റെ പഠനങ്ങളിൽ എനിക്ക് മനസ്സിലായ ചില വാക്കുകളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 25:14 വരുമ്പോൾ കൂട്ടായ്മ എന്നുള്ള ആശയത്തെ ധ്വനിപ്പിക്കുന്ന പദം നമുക്കിവിടെ കാണാം. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ആ സഖിത്വം എന്ന് പറയുന്ന പദം കൂട്ടായ്മയെ ധ്വനിപ്പിക്കുന്നതാണ്. POC ബൈബിളിനകത്ത് കർത്താവിൻ്റെ സൗഹൃദം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൗഹൃദം ഫെലോഷിപ്പുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന പദമാണ് സൗഹൃദം. കർത്താവിൻ്റെ സൗഹൃദം അല്ലെങ്കിൽ സഖിത്വം. സദൃശ്യവാക്യം 3-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട് എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പദം സഖിത്വമാണ്, രണ്ടാമത്തെ പദം സഖ്യത ആണ്. നീതിമാന്മാർക്ക് അവന്റെ സഖ്യതയുണ്ട് എന്ന് വായിക്കുന്നുണ്ട്. POC ബൈബിളിനകത്ത് ആ സഖ്യത എന്ന് പറയുന്ന പദം സൗഹൃദം എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അവിടെയുണ്ട്. നീതിമാന്മാർക്ക് അവന്റെ സഖ്യതയുണ്ട് എന്ന് പറയുന്നിടത്ത് നീതിമാന്മാർ എന്ന ഇടത്ത് സത്യസന്ധരായവർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യസന്ധരായവർക്ക് അവിടുത്തെ സൗഹൃദം ഉണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, ഹൃദയത്തിൽ ഒന്നും വായിൽ മറ്റൊന്നുമായിട്ട് ഇരിക്കുന്ന ആരോടും ദൈവത്തിന് സഖ്യത ഇല്ല, സൗഹൃദം ഇല്ല. ഒറ്റ പേഴ്സണാലിറ്റിയെ ഉണ്ടാകൂ. അകത്തുള്ളത് പുറത്ത് കാണിക്കുക, പുറത്തുള്ളത് അകത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ സഖിത്വം, സഖ്യത അനുഭവിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. അല്ലാത്തവരെല്ലാം വ്യാജം പറയുകയാണ്, അല്ലാത്തവരെല്ലാം വ്യാജം കാണിക്കുകയാണ്. ദൈവവചനത്തിന് അങ്ങനെയുള്ളവരുമായി യാതൊരുവിധ ബന്ധവുമില്ല. ചില വാക്കുകൾ, ചില വാക്യങ്ങൾ കുറിക്കൊള്ളുന്നത് പോലെ നമ്മൾ കുറിച്ചു വെക്കേണ്ടുന്നതാണ്. അത് ബൈബിൾ പച്ചയ്ക്ക് പറയുന്നതായിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് പഴയ നിയമത്തിൽ പറയുന്ന കൂട്ടായ്മയ്ക്ക് തത്തുല്യമായ പദപ്രയോഗങ്ങൾ. ഒന്ന് സഖിത്വം, രണ്ട് സഖ്യത. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്ന പദം വളരെ ആശയ വൈപുല്യമുള്ള ഒരു പദമാണ്. പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ കൊയ്നോനിയ എന്ന പദമാണ് കൂട്ടായ്മയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കൊയ്നോനിയ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എസൻസ് എന്ന് പറയുന്നത് ഈ കൊയ്നോനിയാണ്, കൂട്ടായ്മയാണ്, ഫെലോഷിപ്പാണ്, കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ കൂട്ടായ്മയെ പുതിയ നിയമത്തിൽ രണ്ടു വിധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കൂട്ടായ്മ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ആ ദൈവത്തോടുള്ള കൂട്ടായ്മയെ നമുക്ക് പല തരത്തിൽ പിരിച്ചെഴുതാനായിട്ട് പറ്റും. അതിൽ ഒന്ന് പിതാവിനോടുള്ള കൂട്ടായ്മ, രണ്ട് പുത്രനോടുള്ള കൂട്ടായ്മ, മൂന്ന് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിതാവിനോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് അറിയിക്കുന്നുവെന്നും ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായി ക്രിസ്തുവിനോടുമാകുന്നു എന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട് അവന്റെ പുത്രനായി ക്രിസ്തുവിനോട് ആകുന്നു. അപ്പോ പിതാവിനോട് കൂട്ടായ്മ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നാണ് പറയുന്നത്. പുത്രനുമായിട്ട് കൂട്ടായ്മ. 2 കൊരിന്ത്യർ ലേഖനം 13-14 വരുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ പിതാവിനോട് കൂട്ടായ്മ, പുത്രനോട് കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ. ഇത് കഴിയുന്നതിന് ശേഷമാണ് അടുത്ത കൂട്ടായ്മയെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അത് സഹവിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. ദൈവത്തോട് മാത്രം കൂട്ടായ്മ ഉണ്ടാകുന്നത് കൊണ്ട് ഒരാൾ സക്സസ് ആകത്തില്ല. ദൈവത്തോട് കൂട്ടായ്മ ഉള്ളതുപോലെ തന്നെ സഹവിശ്വാസികളോടും കൂട്ടായ്മയുണ്ട്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിന് സ്തോത്രം 2 പടികളാണുള്ളത്. ഒന്ന് തിരശ്ചീനമായിട്ടുള്ളത്, മറ്റൊന്ന് ലംബമായിട്ടുള്ളത്. ദൈവത്തോടുള്ളത് ഒന്നാണ്, 2 മനുഷ്യനോടുള്ളത് രണ്ടാമത്തതാണ്. ഇത് രണ്ടും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്താലേ കൂട്ടായ്മ അതിന്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. ദൈവത്തോട് കൂട്ടായ്മ, മനുഷ്യരോട് കൂട്ടായ്മ. ഈ കൂട്ടായ്മകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കൂട്ടായ്മയാണ് രക്തത്തിന്റെ കൂട്ടായ്മ. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. രക്തത്തിന്റെ കൂട്ടായ്മ. എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, രക്തത്തിന്റെ കൂട്ടായ്മ. നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നമുക്ക് പിതാവിനോടുള്ള കൂട്ടായ്മ മനസ്സിലാകും, പുത്രനോടുള്ള കൂട്ടായ്മ മനസ്സിലാകും, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ മനസ്സിലാകും, സഹവിശ്വാസിയോടുള്ള കൂട്ടായ്മ മനസ്സിലാകും. പക്ഷെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്താണ്? വിശേഷിച്ച് ഇത് ഗുഡ് ഫ്രൈഡേ ആണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ മറ്റ് ഒരു മീറ്റിംഗിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. സ്തോത്രം. അപ്പൊ രാവിലെ ഞങ്ങൾ പോകാനായി തയ്യാറായപ്പോഴേക്കും കുരിശിന്റെ വഴിയായിരുന്നു റോഡ് മുഴുവൻ. കുരിശിന്റെ വഴി, റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞു പോകുന്ന കുരിശിന്റെ വഴി. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ രക്തത്തിന്റെ കൂട്ടായ്മ എങ്ങനെയാണ്? രക്തത്തിന്റെ കൂട്ടായ്മ, ശരീരത്തിന്റെ കൂട്ടായ്മ എങ്ങനെയാണ്? നമ്മൾ അതിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം കണക്കിൽ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. രക്തത്തിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു വാക്യം മത്തായി സുവിശേഷം 26-ാം അധ്യായം 26, 27, 28 വാക്യങ്ങളാണ്. ദയവായി നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയാട്ടെ. മത്തായി 26-ന്റെ 26, 27, 28 വാക്യങ്ങൾ. പലരും ഒരു ആഭരണം പോലെ ബൈബിൾ കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ, തുറന്നു നോക്കാറില്ല. തുറന്നു നോക്കേണ്ട കാര്യമില്ല, നമുക്ക് തുറക്കാൻ ഒട്ടും ഇഷ്ടമില്ല. ഇപ്പൊ അനുഭവിക്കാനുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, തുറന്നു നോക്കാൻ ഞങ്ങൾക്ക് നേരമില്ല എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവിലുള്ളത്. തുറന്നു നോക്കിയാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അടുത്ത വാക്ക്, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. 2 പദങ്ങൾ. ഒന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, 2 വാങ്ങി കുടിപ്പീൻ. ഒന്നുകൂടെ, വാങ്ങി ഭക്ഷിപ്പീൻ, വാങ്ങി കുടിപ്പീൻ. നിശ്ചയമായും സ്തോത്രം, ഇത് ലോർഡ് സപ്പറിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടിക്കുക. കർത്താവ് അത് പറയുമ്പോൾ പെസഹയെ ധ്വനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കാണുന്നതെങ്കിലും, പക്ഷെ കർത്താവ് പെസഹയെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഇത് അനേകരുടെ പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. പെസഹ സ്ഥാപിതമായത് മുതൽ കൊല്ലപ്പെട്ട ഏതോ ഒരാട്ടിൻ കുട്ടിയുടെ രക്തത്തിന്റെ കാര്യമല്ല കർത്താവ് പറയുന്നത്. ഇത് പാപമോചനത്തിനായിട്ടുള്ള പുതിയ നിയമത്തിന്റെ രക്തം. അങ്ങനെയല്ലേ ആ വാക്യം ഒന്ന് നോക്കിയേ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടിക്കുക. നിശ്ചയമായിട്ടും ഇത് ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. നിങ്ങളെല്ലാവരും ലോർഡ് സപ്പർ എടുക്കുന്നവരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. നിങ്ങൾ ഓരോ പ്രാവശ്യവും ലോർഡ് സപ്പറിലേക്ക് കൈ നീട്ടുമ്പോൾ നിങ്ങൾ ആ അപ്പത്തിന്റെ സ്തോത്രം കൂട്ടായ്മയിലേക്ക്, ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരികയാണ്. നിങ്ങൾ ആ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരികയാണ്. എനിക്കിതിന്റെ പല വശങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ആ രക്തത്തിന്റെ കൂട്ടായ്മ, ശരീരത്തിന്റെ കൂട്ടായ്മ, അത് ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു പോർഷൻ മാത്രമാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ ഈ അപ്പത്തിന്റെ കൂട്ടായ്മ, ഈ രക്തത്തിന്റെ കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ
അതൊരു ഭയങ്കര എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യമായി നിങ്ങൾ തിരിച്ചറിയണം. ഞാനത് കാരണസഹിതം പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാടടച്ച് വെടിവെച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തതുപോലെ പ്രസംഗിച്ച പുള്ളിക്ക് മനസ്സിലായില്ല, കേട്ടവർക്ക് മനസ്സിലായില്ല. ആ പരുവത്തിൽ അത് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഭയങ്കര എമർജൻസി ആയിട്ടുള്ള സന്ദേശം കിടപ്പുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വരണം. അതിന്റെ എമർജൻസി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരണം. അതില് 53-ാമത്തെ വാക്യം തൊട്ട് നിങ്ങൾ താഴേക്ക് ഒന്ന് വായിച്ചു വരണം. യോഹന്നാൻ 6:53 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. 53. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വേണോ? ജീവൻ വേണമെങ്കിൽ ഈ വാക്യം പറയുന്നു, മനുഷ്യപുത്രന്റെ മാംസം തിന്നണം, അവന്റെ രക്തം കുടിക്കണം. അവിടെ കർത്താവ് യോഹന്നാൻ 6-ൽ ഈ കാര്യം പറയുമ്പോൾ പച്ചയ്ക്ക് അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. രക്തം കുടിക്കുക, മാംസം തിന്നുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്ലേ യേശുവിന്റെ പച്ച മാംസം കഴിക്കാനായിട്ട് അവർക്ക് കൊടുത്തെന്നും പച്ച രക്തം കുടിക്കാൻ കൊടുത്തെന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇത് പറയുമ്പോൾ കർത്താവ് ജീവനോടെ നിൽക്കുകയാണ്. ഒരു വലിയ ആത്മീയ ആശയമാണ് അതിനകത്ത് കർത്താവ് കൈമാറ്റം ചെയ്യുന്നത്. അതുപോലെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ കർത്താവ് ധാരാളമായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു വാക്കാണ് ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നത്. ഞാൻ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ 7 അടി ഉയരത്തിൽ 12 ഇഞ്ച് കനത്തിലുള്ള കട്ടളയാണ് യേശു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ അത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ട് വാതിലായിരിക്കുന്നു? എബ്രായ ലേഖനം 7:25 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവൻ ആകയാൽ. അപ്പൊ ദൈവത്തോട് ആരെങ്കിലും അടുക്കുന്നുണ്ടോ? ദൈവത്തോട് അടുക്കാനുള്ള ഒരൊറ്റ വാതിൽ, 1.25 വാതിലില്ല, 1.5 വാതിലില്ല, ഒരൊറ്റ വാതിൽ. ആ വാതിൽ, ആ എൻട്രൻസ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വാതിൽ ആകുന്നു. ആമേ. അതുപോലെ കർത്താവ് പറഞ്ഞ ഒരു പദമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാ പിന്നെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് കർത്താവ് വെളിച്ചമായതുകൊണ്ട് അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. പാപം വരുത്തിയ ഇരുട്ട് നിറഞ്ഞ ഇടത്ത്, പിശാച് തേർവാഴ്ച നടത്തിയ ഇരുട്ട് നിറഞ്ഞ ഇടത്ത് ദൈവീക വെളിച്ചം പകരുന്ന വെളിച്ചമാണ് ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെയാണ് ഇവിടുത്തെ വാക്ക്, നിങ്ങൾ എന്റെ മാംസം തിന്നുക, എന്റെ രക്തം കുടിക്കുക. അർത്ഥാൽ നിങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനകത്തൊരു എമർജൻസി മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. ഞാൻ നിങ്ങളോട് പറയുന്നത്, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ജീവൻ ഉണ്ടാകുന്നത് ഒരു കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത് കൊണ്ടല്ല. ജീവൻ ഉണ്ടാകുന്നത് ഒരു പ്രസംഗം കേൾക്കുന്നത് കൊണ്ടല്ല. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുന്നത് ഈ അപ്പം തിന്നുന്നത് കൊണ്ടാണ്, ഈ രക്തം കുടിക്കുന്നത് കൊണ്ടാണ്. അതാണ് അവിടെ കർത്താവ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത പ്രാവശ്യം ലോർഡ് സപ്പർ വരുമ്പോൾ ഒഴിഞ്ഞിരിക്കരുത്. സ്തോത്രം. ഈ മെസ്സേജ് അതിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളിൽ വരണമെങ്കിൽ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. അവിടെയാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇനി അതിന്റെ അടുത്തൊരു ഭാഗം കൂടെയുണ്ട്. എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. അടുത്ത വാക്ക്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹലോ, കർത്താവിന്റെ ദാസൻ വന്നടക്കിയാലും ഇനി ഞാൻ വന്നടക്കിയാലും ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പം നിലവിലുള്ള വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു ദൈവദാസനെ എവിടുന്നേലും ഇറക്കി കൊണ്ടുവന്ന് അടക്കിയാലും ഒടുക്കത്തെ നാളിൽ ഉയർപ്പുണ്ടാകണമെങ്കിൽ ഈ കൂട്ടായ്മ ഉണ്ടാകണം.
ചിലർ ചിന്തിക്കുന്നത് ആ അവസാന ദിവസത്തിലെ ഒരു പ്രസംഗവും പാട്ടും കൊണ്ട് ഒടുക്കത്തെ നാളിൽ ഉയർപ്പുണ്ടാകുമെന്ന്. അതൊരു വല്ലാത്ത ചിന്തയാ. എന്റെ പുസ്തകം പറയുന്നു, ഇത് തന്നെയല്ല നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, എന്റെ പുസ്തകം പറയുന്നു ഒടുക്കത്തെ നാളിൽ ഒരു ഉയർപ്പ്. എന്റെ പ്രിയരെ, ചിലർക്ക് ഈ ഒടുക്കത്തെ നാളിൽ ഉയർപ്പ് വേണ്ട. അവർക്ക് ഇപ്പൊ ഉള്ള പ്രശ്നപരിഹാരം മതി. ഈ TV പ്രോഗ്രാംസിന്റെ ഒരു പ്രശ്നം എന്നറിയോ? TV പ്രോഗ്രാംസിന്റെ പ്രശ്നം, ടൈറ്റിൽ മ്യൂസിക് വരുമ്പോ തൊട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളി തുടങ്ങും. അവർക്ക് മെസ്സേജ് കേൾക്കണ്ട. നമ്മൾ ഈ പെടാപ്പാട് വിടുന്നത് ഈ മെസ്സേജ് കേൾപ്പിക്കാൻ വേണ്ടിയാ. പക്ഷെ ജനത്തിന്റെ പ്രത്യേകത, അവർക്ക് മെസ്സേജ് വേണ്ട, പ്രാർത്ഥന മതി. വചനം വേണ്ട, പ്രയർ മതി. അങ്ങനെ ഒരു വലിയ കൂട്ടമുണ്ട്. സ്തോത്രം. അവരെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാണ്. നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ മീറ്റിങ്ങിന് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് രോഗസൗഖ്യമൊക്കെ കിട്ടും, പ്രശ്നപരിഹാരം കിട്ടും. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ പറയുന്നതല്ല, എന്നെ വിട്ടേക്കണം, എന്നോട് പിണങ്ങുകയും ചെയ്യരുത്, എനിക്കെതിരെ നാളെ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്യരുത്, ഞാൻ പറഞ്ഞു വെച്ചതല്ല, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. ഈ ആയുസ്സിൽ ഉള്ളതിന് വേണ്ടി മാത്രമാണ് യേശുവിന്റെ പിന്നാലെ നടക്കുന്നതെങ്കിൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാ. മിണ്ടുന്നില്ലല്ലോ. വൈകിട്ടൂടെ വരണേ, വൈകിട്ടുമുണ്ട്. സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാ. എന്റെ പ്രിയരെ, യേശുവിന്റെ പിന്നാലെ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നേ. അത്ഭുതം നടന്നതായി 40 എണ്ണമേ ബൈബിൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ 10,000-കണക്കിന് മിറക്കിളുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ മാളിക മുറിക്കകത്ത് 120 പേരെ ഉള്ളായിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. രോഗസൗഖ്യം പ്രാപിച്ചു വന്ന വഴിക്ക് പോണോ അതോ മാളിക മുറിയിൽ കയറണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ പറ, ഏതാ വേണ്ടേ? മാളിക മുറിയാണ്. മാളിക മുറിയാണെങ്കിൽ രോഗസൗഖ്യത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കണം. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. മാളിക മുറിയിൽ കയറണമെങ്കിൽ പ്രശ്നപരിഹാരത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കണം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം. എന്റെ പ്രിയരെ, ഇനിയും പ്രശ്നപരിഹാരം ശ്രദ്ധിക്കാതെ കർത്താവിന്റെ പുറകെ പോയാൽ പ്രശ്നം മാറുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ തെളിവുകൾ 100 കണക്കിന് തരാം. ഹല്ലേലൂയ. പത്രോസ് കരം കൊടുക്കാൻ കരഞ്ഞപ്പോഴല്ല കർത്താവ് പറഞ്ഞത്, കടലിൽ കിടക്കുന്ന മീന്റെ വായിൽ ചതുർദ്രമയുണ്ട്, 2 എനിക്കും 2 നിനക്കും കൊടുക്കാൻ. കരം കൊടുക്കേണ്ട സമയം വന്നപ്പോ കർത്താവ് അങ്ങ് പറയുമായിരുന്നു. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, നീ കർത്താവിന്റെ പുറകെ പോകുമ്പോ നിന്റെ കാര്യങ്ങൾ കർത്താവ് നടത്തിയിരിക്കും. ലോർഡ്സ്, ഞാൻ എന്റെ അനുഭവം പറയുകയാണ്. കഴിഞ്ഞ 94-ലാണ് ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയത്. 99 മുതൽ ഞാനൊരു ഫുൾ ടൈം ശുശ്രൂഷകനാണ്. 2007 തൊട്ട് ഞാൻ പ്രസംഗിച്ചു വരികയാണ്. ഈ നാളിന്റെ ഇടയിൽ ഒരു പടി പോലും എന്റെ ദൈവം എന്നെ പുറകോട്ട് വിട്ടിട്ടില്ല. ഞാൻ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അതിനകത്ത് എന്റെ ആത്മീക വിഷയങ്ങൾ ദൈവം നൽകി അനുഗ്രഹിച്ചതുപോലെ എന്റെ ഭൗതിക വിഷയങ്ങളും ദൈവം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ നിന്നും 10,000-കണക്കിന് ദൈവഭക്തന്മാരുടെ അനുഭവത്തിൽ നിന്നും ഇന്ന് പകലിൽ സധൈര്യം ഈ വേദിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തിന് ഒരു കുറവും വരത്തില്ല. കർത്താവ് ജയകരമായി നടത്തിയിരിക്കും. സ്തോത്രം, സ്തോത്രം. പക്ഷേ ഭൗതികതയുടെ പുറകെ മാത്രം നടക്കല്ല. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. അപ്പം എങ്ങനെയെങ്കിലും ഒടുക്കത്തെ നാളിൽ ഒരു ഉയർപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓ ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആയുസാണ്. ഞാൻ വേണേൽ നമ്മൾ എത്ര ദിവസം ജീവിക്കുമെന്നുള്ളത് പറയാം. ഒരാൾ 90 വയസ്സ് വരെ ജീവിക്കുമെന്ന് നിങ്ങൾ കരുതിക്കോ. 90 വയസ്സ് വരെ. ഒരു വർഷത്തിന് എത്ര ദിവസമുണ്ട്? 365. അപ്പൊ 365 ദിവസങ്ങളുള്ള 90 വർഷം. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ. 365 ഗുണം 90 സമം 32,850 ദിവസം. നമ്മളിവിടെ 6 പാക്ക് മസിലും കൊണ്ടൊക്കെ നടന്നാലും 32,850 ദിവസമേ ജീവിക്കത്തുള്ളൂ. ഈ CFL ഇതിന്റെ കമ്പനിക്കാരൻ 1,500 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,500 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫീസായി പോകും. ഇതുപോലെയാണ് നമ്മൾ മാക്സിമം ജീവിച്ചാൽ 32,850 ദിവസം. അച്ഛാ, 45 വയസ്സ് കഴിഞ്ഞോ? 16,425 ദിവസം കഴിഞ്ഞു. ഇനി എത്ര കൂടെ ഉണ്ട്?
16,425 കൂടെ ഇനിയുള്ളൂ. അച്ഛാ 60 21,950 ദിവസം കഴിഞ്ഞു. ഇനി എത്രയൂടെ ഉണ്ട്? എണ്ണിക്കൂട്ടിയാൽ 10,000-ഓളം. അതിന്റെ പകുതി ഉറങ്ങി തീർക്കും. ചിലര് പകുതിയല്ല, അതിന്റെ പകുതിയും കൂടെ ഉറങ്ങുന്നവരാ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ജീവിക്കാൻ കുറച്ച് നാളൂടെ ഉള്ളു കേട്ടോ. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഈ ആയുസിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇവിടം കൊണ്ടത് തീരും, ഇവിടം കൊണ്ടത് തീരും. ഇത് വേഗം തീരുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അത് വേഗം തീരും, ഇത് വേഗം തീരുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ മരണ വീട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ഉണർവിനെ കെടുത്തുകയല്ല, നമ്മൾ അതിലേക്ക് വരുക. ഈ മരണ വീട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, അല്ലേ? അല്പനേരം കൂടെ ഉള്ളൂ. അതില് സമയമാം രഥത്തിൽ ഞാൻ, അല്ലെ? നമ്മളൊരു രഥത്തിലാണ്, ഒരു രഥത്തിലാണ്. ആ രഥത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് റിവേഴ്സ് ഉണ്ട്, പക്ഷെ സമയത്തിന്റെ രഥത്തിനു മാത്രം റിവേഴ്സ് ഇല്ല. ഹലോ, മൂഴിയാർ പവർ ഹൗസും കക്കാട് പവർ ഹൗസും മൂലമറ്റം പവർ ഹൗസും ഷട്ട് ഡൗൺ ചെയ്യും സർവീസിന് വേണ്ടി. പക്ഷെ ഈ സമയത്തിന്റെ രഥത്തിന്റെ ചക്രം ഷട്ട് ഡൗൺ ചെയ്യത്തില്ല. അത് മുൻപോട്ട് 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 ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, നമ്മൾ നാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒടുക്കത്തെ നാളിലെ ഉയർപ്പ് ആർക്കാണ്ട് വേണ്ടിയാണ് എന്ന് ചിന്തിക്കരുത്, നമുക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അടച്ച് കിടത്തുന്ന പെട്ടി സ്വർഗപ്പെട്ടിയായാലും, പണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് MC റോഡ് വഴി പന്തളത്തേക്ക് വരുമ്പോൾ ഇടതുവശത്ത് മുകളിലായിട്ട് ഒരു പേരുണ്ടായിരുന്നു, സ്വർഗപ്പെട്ടി. സ്വർഗപ്പെട്ടി എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് ഒക്കെ അടിച്ച നല്ല പെട്ടിയാണ്. 38,000 രൂപ കൊടുത്താൽ സ്വർഗപ്പെട്ടിക്കകത്ത്, കല്ലറയ്ക്കകത്ത് കിടക്കാം. 5 ലക്ഷം രൂപയുടെ ഒരു പെട്ടിയെ പറ്റി കേട്ടിട്ടുണ്ട്. അവിടെ പോയാലും പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം. സ്വർഗപ്പെട്ടിക്കകത്ത് അടക്കിയാലും 250 രൂപയുടെ റബ്ബറിന്റെ പെട്ടിക്കകത്ത് അടക്കിയാലും ഒടുക്കത്തെ നാളിൽ ഉയർപ്പെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഒടുക്കത്തെ നാളിലെ ഉയർപ്പ്, ആ ഉയർപ്പ് കിടക്കുന്നത് ഈ പാനപാത്രത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ്, ഈ ശരീരത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയർക്കണോ? ഓ ഹല്ലേലൂയ. കോവിഡ് ആണെന്നും പറഞ്ഞ് പലരും ഇതുവരെയും ചർച്ചിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് നിന്ന് KK എക്സ്പ്രസ് കയറി ഡൽഹി വരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി നിന്ന് പോകും. അവിടെ കോവിഡ് ഇല്ല, പക്ഷെ ചർച്ച് വരാൻ കോവിഡാണ്. ഈ പുള്ളി, ഇവിടുത്തെ മാർക്കറ്റ് എവിടാന്ന് എനിക്ക് അറിയത്തില്ല, പാളയം മാർക്കറ്റിൽ ചെന്ന് മീൻ കച്ചവടക്കാരനോട് വില പറഞ്ഞ് ഇടിച്ചു നിൽക്കാൻ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, കൊറോണ വരത്തില്ല. ഹലോ, കല്യാണത്തിന് ഇവിടുത്തെ ട്രെൻഡ് എനിക്ക് അറിയത്തില്ല, ഞങ്ങൾ അങ്ങ് തിരുവല്ലയിലെ ട്രെൻഡ് പറയുകയാണ്. കല്യാണത്തിന് ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. കേറ്ററിംഗുകാർ ഷട്ടർ തുറക്കുന്ന ഒരു സമയമുണ്ട്. PT ഉഷ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്, ഇടിച്ചൊരൊറ്റ ഓട്ടമാണ് അകത്തേക്ക്. അപ്പൊ കോവിഡ് ഇല്ല. പക്ഷെ ചർച്ച് വരുമ്പോ അച്ഛന് കോവിഡാ. ആര് പറഞ്ഞു? പിള്ളേര് പറഞ്ഞു. പിള്ളേര് ഫ്ലൈറ്റിൽ കയറണ്ടെന്ന് പറഞ്ഞില്ല, പിള്ളേര് മീൻചന്ത പോകണ്ടെന്ന് പറഞ്ഞില്ല, പിള്ളേര് ട്രെയിനിൽ കയറണ്ടെന്ന് പറഞ്ഞില്ല. തമ്പാനൂരിൽ നിന്ന് KSRTC ബസ്സിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം ഉള്ളിടത്ത് യാത്ര ചെയ്ത് കൊട്ടാരക്കരയ്ക്ക് പോകണ്ടെന്ന് പിള്ളേര് പറഞ്ഞില്ല. പക്ഷെ പിള്ളേര് ചർച്ചിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത വ്യാപാരം. ഒരു കുഴപ്പമില്ല. മരിച്ചാൽ ഞങ്ങൾ വന്ന് അന്തസ്സായിട്ട് അടക്കി തരും. പിന്നെ കുഴിയിലോട്ട് ഇറക്കി വെച്ച ഒരു പാട്ടുകൂടെ പാടും, പേർ വിളിക്കും നേരം കാണും. അത് ഞങ്ങളുടെ രീതി ആയതുകൊണ്ട് പാടുന്നതാ. പക്ഷെ ബൈബിൾ പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഉയർക്കുന്നത് പേർ വിളിക്കും നേരം എന്ന പാട്ട് പാടുന്നത് കൊണ്ടല്ല, ഈ കൂട്ടായ്മയിലേക്ക് ഒരുവൻ വരുന്നത് കൊണ്ടാണ്. ഒരാമേൻ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ഒരാമേൻ പറഞ്ഞാട്ട്. ഇന്ന് പകലും ഞാൻ ഈ ദൂത് പറയുന്നത് ആത്മീക ജീവിതത്തിന്റെ ഗൗരവത്തിലേക്ക് ഈ പകലിൽ ജനം കയറി വരണം. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ.
ഹല്ലേലൂയ. അപ്പൊ ഒടുക്കത്തെ നാളിൽ ഉയർക്കണം. ഇതല്ലാതെ വേറെ മാർഗമില്ല. സഹോദരിയെ, എത്ര നാളായി നീ കൂട്ടായ്മയിലൊന്ന് പങ്കെടുത്തിട്ട്, എത്ര നാളായി നീ ഫെലോഷിപ്പിലേക്ക് വന്നിട്ട്? ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ വാക്യങ്ങൾ ബൈബിൾ തുറന്ന് നിങ്ങൾ വായിച്ചാൽ മതി. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പച്ചയ്ക്ക് പറയുകയാണ്. സ്തോത്രം. ഈ കൂട്ടായ്മയിൽ കൂടെ അല്ലാതെ. ഇനി അതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, വേറൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ പിന്നെ റെജിപ്പാസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇനി എല്ലാ ദിവസവും അങ്ങ് എടുത്തേക്കാം, അതും പ്രശ്നമോ? സ്തോത്രം. എല്ലാ ദിവസവും എടുക്കുന്നതും പ്രോബ്ലമാ. എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടതുപോലെ എടുക്കണം. 1 കൊരിന്ത്യർ ലേഖനം 11 പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. ഇതിലേക്ക് കൈ നീട്ടുമ്പോൾ അയോഗ്യത ഉണ്ടാകാൻ പാടില്ല. അവിടെ അയോഗ്യത എന്ന് പറയുന്നത് നിൽക്കുന്ന ശൈലിയോ വസ്ത്രത്തിന്റെ ശൈലിയോ ഒന്നുമല്ല, അതെല്ലാം യോഗ്യമാകണം. എന്നാൽ അയോഗ്യത എന്ന് പറയുന്നത് എടുക്കുന്നവന്റെ ജീവിതമാണ്. നാട് നീളെ ബോധിച്ചതുപോലെ നടന്നിട്ട് ഞായറാഴ്ച ചർച്ചിനകത്ത് വന്ന് തിരുമേശയിലേക്ക് തൊട്ടുപോയക്കരുത്. ആമേൻ. നീ അയോഗ്യമായി അപ്പം തിന്നാൽ, പാനപാത്രം കുടിച്ചാൽ കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകുന്നു. ആമേൻ. എന്റെ പ്രിയരെ, കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ രക്തം, അതിന്റെ വലിപ്പം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പങ്കപ്പാടുകൾ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി ആമേൻ നമ്മൾ ക്രൂശീകരണത്തെ തൊടും. അപ്പൊ ഞാൻ വിശാലമായി പറഞ്ഞുകൊള്ളാം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ എപ്പോ? അയോഗ്യമായി അപ്പം തിന്നാൽ, അയോഗ്യമായി പാനപാത്രം കുടിച്ചാൽ. അതിനെന്താ വേണം പാസ്റ്ററെ? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പം തിന്നാൻ, പാനപാത്രം കുടിക്കാൻ. തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ, ആമേൻ, വ്യക്തിപരമായി വ്യക്തികൾ തങ്ങളിലേക്ക് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ഭാവം കൊണ്ട്, ശൈലി കൊണ്ട്, ചിന്ത കൊണ്ട്, ജീവിതം കൊണ്ട്, ബന്ധം കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് അയോഗ്യത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശോധന ചെയ്തിട്ട് വേണം അപ്പം തിന്നാൻ, പാനപാത്രം കുടിക്കാൻ. അല്ലാഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ബലഹീനത. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇത് ഹേതുവായി നിങ്ങളിൽ അനേകർ ബലഹീനരാകുന്നു, ചിലർ രോഗികളാകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു. അവിടെ ബലഹീനത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെ വീക്ക്നെസ് എന്ന് ചിന്തിക്കല്ലേ. അവിടെ ബലഹീനത എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം രോഗലക്ഷണമെന്നാണ്. എനിക്കറിയാം ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. സതീഷ് സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആമേൻ കാണും. എനിക്കറിയാം ആമേൻ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ ബലഹീനത എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്നോടൊപ്പം വരണേ. ചിലർക്ക് അറ്റാക്കിന്റെ പെയിൻ ആണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തു, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു എക്കോ എടുക്കാമെന്ന് പറഞ്ഞു. എക്കോ എടുത്തു, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു TMD എടുക്കാമെന്ന് പറഞ്ഞു. TMD എടുത്തു, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ഓ, ആൻജിയോഗ്രാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ഒന്നുമില്ല, പക്ഷെ അറ്റാക്കിന്റെ പെയിൻ ആണ്. ഓർത്തോണം, അത് അറ്റാക്ക് അല്ല, അത് ലക്ഷണമാണ്. ഹല്ലേലൂയ. അയോഗ്യമായി ജീവിക്കുകയും അയോഗ്യമായി കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ദൈവ സാന്നിധ്യത്തിന്, ദൈവ വചനത്തിന് വില കൊടുക്കാതെ ബോധിച്ചതുപോലെ ജീവിക്കുമ്പോൾ, നിന്റെ തിരിച്ചു പിടിക്കാനായി ദൈവം അയക്കുന്ന മിനിമം ഇടപാടാണ് ബലഹീനത എന്ന് പറയുന്നത്. ആമേൻ. അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് രോഗം. അപ്പൊ ചിലർ ചോദിച്ചേക്കാം, എല്ലാ രോഗങ്ങളും അയോഗ്യതയിൽ നിന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെ പറഞ്ഞാൽ ബൈബിളിന്റെ അടിസ്ഥാനം തന്നെ തെറ്റിപ്പോയി. പക്ഷേ പാപം വെച്ചുകൊണ്ട് നടന്നിട്ട് നിന്റെ നേരെ വിരൽ ചൂണ്ടി ഓരോ ബുധനാഴ്ചകൾ ബൈബിൾ സ്റ്റഡികളിലും ഓരോ വെള്ളിയാഴ്ചകളിലെ ഫാസ്റ്റിംഗ് പ്രയറുകളിലും
ഓരോ ഞായറാഴ്ചകളുടെ ആരാധനയിലും ആമേൻ മാസങ്ങൾ വർഷങ്ങൾ നിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടു ആ വചനത്തെ അംഗീകരിക്കാതെ പുറങ്കാലുകൊണ്ട് തട്ടി ബോധിച്ചതുപോലെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം വെറുതെ ഇരിക്കുമെന്ന് ഓർക്കരുത്. അപ്പൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കും. കർത്താവ് ചിലപ്പോൾ രോഗങ്ങളിലൂടെ ഇടപെട്ടു എന്ന് വരും. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു എല്ലാ രോഗങ്ങളും അതല്ല. പക്ഷെ പിന്മാറ്റക്കാരന്റെ മേൽ, അയോഗ്യതയുള്ളവന്റെ മേൽ വരുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അതിന്റെ കാരണം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ, ഒന്നുകൂടെ ലേഖനം 11:32 എഴുതിയിട്ടുണ്ട്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എന്തിനാ കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നു? എന്തിനാണെന്നറിയാവോ? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ. ഈ വാക്യം മറ്റൊരു വാക്യമായി പുറകാലം ഞാൻ കണക്ട് ചെയ്തോളാം. ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. മനസ്സിലായോ? ഇവിടെയുള്ള മമ്മദിനും ഇവിടെയുള്ള ശങ്കരനും ഇവിടെയുള്ള ഗോപാലിനും ഇവിടെയുള്ള മത്തായിക്കും രക്ഷിക്കപ്പെടാത്തവനെല്ലാം ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. പക്ഷേ വചനമറിഞ്ഞ നീ, മടങ്ങി വന്ന നീ, പാപത്തെ വിട്ടുതിരിഞ്ഞ നീ വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ആമേൻ, ആ ന്യായവിധിക്കകത്ത് നീ ആകാതിരിക്കാൻ, നിന്നെ തിരിച്ചുപിടിക്കാൻ കർത്താവ് ആവോളം ശ്രമിക്കും. ആമേൻ. എന്നോടൊപ്പം എന്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ അലക്ഷ്യമായാൽ ഞാൻ അവനെ സൂക്ഷിച്ചൊന്ന് നോക്കുമായിരിക്കും. അവിടം കൊണ്ട് എന്റെ പരിപാടി തീരും. പക്ഷേ അതെന്റെ മകനാണെങ്കിൽ ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കുക മാത്രമല്ല, ആമേൻ, ഞാൻ ഈ യോഗം കഴിയുമ്പോൾ ഞാൻ അവനെ തർജ്ജനം ചെയ്യും. അടുത്ത മീറ്റിംഗിലും അത് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അവനെ തർജ്ജനം ചെയ്യും. പിന്നെയും 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 ആവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരപ്പൻ എന്നുള്ള നിലയിൽ വടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ATM കൗണ്ടറിൽ പോകുന്നത് പോലെ കാണല്ലേ. പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ ATM കൗണ്ടറിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ATM കൗണ്ടറിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ATM കൗണ്ടറിൽ നമ്മൾ പോയിട്ടുള്ളതെല്ലാം കാശെടുക്കാനാണ്. ATM കൗണ്ടർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതുവരെ കയറിയിട്ടുണ്ടോ? ഇല്ല. സുഖമായിട്ടിരിക്കുകയാണോ? സന്തോഷമാണോ? വീട്ടുകാരൊക്കെ എന്താ പറയുന്നു? നിങ്ങൾ അവിടെ കയറി ചോദിച്ചിട്ടുണ്ടോ? കാശെടുക്കാനാ പോകുന്നത്. ATM കൗണ്ടറിൽ വരുന്നത് പോലെ എന്നും വിടുതൽ, എന്നും നന്മ, എന്നും ഉയർച്ച, ഇത് കേൾക്കാനായിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വരരുത്. ഇതൊരു അപ്പൻ മക്കൾ ബന്ധം. അവിടെ ശാസനയുണ്ട്, അവിടെ തർജ്ജനമുണ്ട്, അവിടെ ശിക്ഷണമുണ്ട്, അവിടെ വടിയുണ്ട്, അവിടെ ബാലശിക്ഷയുണ്ട്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഈ ട്രാൻസ്ഫർ ആയി പോകുന്ന പാസ്റ്ററാണ്. അപ്പൊ ഞങ്ങള് നേരത്തെ ഇരുന്ന ചർച്ചിലെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ക്യാപ്റ്റനാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, റജി പാസ്റ്ററെ, ഈ ചില പശുക്കളുണ്ടല്ലോ കയറ് പൊട്ടിച്ചോണ്ട് പോകും. കയറ് പൊട്ടിച്ചോണ്ട് പോയ പശുവിനെ പൊട്ടിയ കയറെ പിടിച്ച് കേട്ട, ചിലത് കയറ് പൊട്ടിച്ചോണ്ട് പോവല്ല, ചിലത് വട്ടക്കയർ ഊരിക്കളഞ്ഞിട്ട് പോകും. തിരുവനന്തപുരംകാർക്ക് വട്ടക്കയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. കഴുത്തെ കെട്ടുന്ന കയറുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കെട്ടാം. വട്ടക്കയർ ഊരിക്കളഞ്ഞിട്ട് പോയ പശുവിനെ എന്നാ ചെയ്യാനാ? ഇതുപോലെയാണ് ചില പുള്ളികള് ചർച്ചിനകത്ത് വരുമെങ്കിലും കയറ് പൊട്ടിച്ചിട്ട് പിന്നെ വട്ടക്കയറും കൂടി ഊരിയിട്ടാ നടക്കുന്നേ. എന്നാ പറഞ്ഞാലും കേൾക്കുകയില്ല. പക്ഷെ മീറ്റിങ്ങിന് വരും. അതാ വേറെ. എത്ര മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞാലും മാനസാന്തരപ്പെടത്തില്ല. പക്ഷേ ശുശ്രൂഷയ്ക്ക് വരും. വേണ രണ്ട് ഹല്ലേലൂയയും പറയും. സ്തോത്രം. അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ ഗുണപ്പെടത്തില്ല. വട്ടക്കയർ പൊട്ടിച്ചിട്ട് നടക്കുക. പിടികിട്ടിയില്ല. അങ്ങനെയുള്ളതിനെ തിരിച്ചു പിടിക്കാനായിട്ട് വലിയ പാടാ പ്രിയരെ. ഹല്ലേലൂയ. ഈ കർത്താവ് പരമാവധി ശ്രമിക്കും കേട്ടോ ഒരാളെ തിരിച്ചു പിടിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞേ, ഇസബേലിനെ കുറിച്ച് പറയുന്നത്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. എന്നാ കൊടുത്തു? മാനസാന്തരപ്പെടാൻ സമയം. ഇവിടെ മാനസാന്തരപ്പെടുമായിരിക്കും. എത്രയാന്ന് എന്നോട് ചോദിക്കല്ലേ. കർത്താവിന്റെ ദാസനോട് ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല. ആമേൻ. അത് കർത്താവ് കൊടുക്കുന്നതാണ്. 1 വർഷമാണോ എനിക്കറിയത്തില്ല, 1.5 വർഷമാണോ എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ വരത്തില്ലെന്ന് കണ്ടാൽ കർത്താവ് പിന്നെ അങ്ങ് വിടും.
നിങ്ങളെ പൂജപ്പുര സെൻട്രൽ ജയിലോട്ട് ചെന്നാ മതി. തൂക്കാൻ വിധിച്ച പുള്ളികളുണ്ട്. അവർക്ക് ശിക്ഷയുമില്ല, അവർക്ക് ഡ്യൂട്ടിയുമില്ല. തിന്നോ, അവിടെ കിടന്നോ, ഒരു പ്രത്യേക ഡേറ്റ് ഉണ്ട്, അന്ന് നിന്നെ തൂക്കും. ഹലോ, അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകേണ്ട പുള്ളികളുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തല്ലും ഡ്യൂട്ടിയും ഇച്ചിരി ബന്ധപ്പാടും ഒക്കെ ഉണ്ട്. ആ ഏരിയയിലെങ്ങാനും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ അറിവ് ഞാൻ പറയുവാണ്. വേറെ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അടുത്ത പ്രസംഗത്തിൽ അത് പറഞ്ഞോളാം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്? ഈ കൊല്ലാൻ വെച്ചേക്കുന്ന ചിലതിനെ ഉണ്ടല്ലോ, കർത്താവ് തല്ലത്തില്ല, പിടികിട്ടില്ല. ഹലോ, എന്തിനു വെച്ചേക്കുവാ? കൊല്ലാൻ വെച്ചേക്കുക. കൊല്ലാൻ വെച്ചവനെ തല്ലുന്ന ഇടപാടില്ല. പക്ഷേ ഈ കർത്താവ് സൂക്ഷിക്കുന്ന ചിലരുണ്ട്. ഞാൻ നിങ്ങളോട് അതിനോട് ചേർത്തൊരു കാര്യം പറയാം. നിയോഗമില്ലാത്ത യൂദ കയറെടുത്താലും കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. ഇവൻ പ്ലാവ് കയറിയാലും കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. ഇവൻ കഴുത്തെ കയറ് കെട്ടി താഴോട്ട് ചാടി, നീ താഴെ ചാടിയാ നിന്റെ കയറ് പൊട്ടും, നീ താഴെ വീഴും, നിന്റെ കുടലും തെറിക്കും, നാട്ടുകാരതെല്ലാം കാണും. അല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. എന്റെ പൊന്നു കുഞ്ഞ്, ഇവിടുത്തെ ജനറൽ ആശുപത്രി കൊണ്ട് ഈ തുന്നിക്കെട്ടി നിന്നെ കൊണ്ട് കുഴിച്ചിടുമെന്നല്ലാതെ എന്റെ യൂദയെ നിന്റെ പുറകെ കർത്താവ് വരുമെന്ന് ചിന്തിക്കല്ലേ. പക്ഷെ നിയോഗമില്ലുള്ള പത്രോസെ, നീ പടകെടുത്ത് കടലിൽ പോയാൽ നിന്റെ പുറകെ കർത്താവ് വരും. തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഓ, മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ആമേൻ. നിങ്ങൾക്ക് യൂദയുടെ പുറകെ പോണോ, പത്രോസിന്റെ പുറകെ പോണോ? നിയോഗമുള്ളവൻ പടകെടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് പുറകെ വരും. നിയോഗമില്ലാത്തവൻ കയറെടുത്താലും കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. ഈ സ്വർഗീയ വിരുന്നിലെ തോമസ് ഉട്ടിച്ചായൻ എഴുതിയ ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ബോസ് ഇവിടെ വന്നിരിക്കുകയാണോ? നല്ലതായിരുന്നു. സ്തോത്രം. നല്ല പാട്ടാണ്. സ്തോത്രം. നല്ല പാട്ടാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു യേശു രക്ഷകൻ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. നമ്മൾ എത്രയും ദൂരം ഓടിയോ അത്ര നേരം കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇന്നിവിടെ ഇരിക്കുന്നത്. കർത്താവിന് വിട്ട് ഓടുന്ന നീ ഓർത്താണം, നീ മടങ്ങിച്ചെല്ലാൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയം നിനക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിയോഗിതനായ നിന്നെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ശ്രമിക്കുകയാണ്. നിയോഗിതനായ നിന്നെ മടക്കിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തോട് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് പറയുന്ന മെസ്സേജുകളെ തിരിച്ചറിയണം. കേട്ടോ 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 നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരു പ്രൊഫസി നമ്മുടെ പുറകെ വരണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പരിതസ്ഥിതികൾ നമ്മോട് സംസാരിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ട്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മോട് സംസാരിക്കും, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കും, ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. നാം ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനും നമ്മോട് പറയാൻ ഒരു ദൂതുണ്ട്. ഈ പകലിൽ ആ ദൂതിന് കാത് കൊടുത്താൽ നമുക്ക് കാര്യം പിടികിട്ടും. അപ്പോ നമ്മൾ ചിന്തിച്ചു വന്നത്, ഈ അപ്പം തിന്നാതെ, ആമേൻ, ഈ പാനപാത്രത്തിൽ നിന്ന് കൂട്ടായ്മ ഉണ്ടാകാതെ ഒടുക്കത്തെ നാളിൽ നമുക്ക് ഒരു ഉയർപ്പ് ഇല്ല. കേട്ടെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഈ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പാപമോചനത്തിനായി കുരിശിൽ ചൊരിയപ്പെട്ട രക്തം. അതാണ് ആ രക്തത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തുള്ളത്. എന്റെ പാപത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, ആ രക്തത്തിന്റെ കൂട്ടായ്മ. ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ബലിയായി നൽകപ്പെട്ട ജീവൻ, അതിന്റെ കൂട്ടായ്മ, രക്തത്തിന്റെ കൂട്ടായ്മ.
ശരീരത്തിന്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. ഈ വാസ്തവത്തിൽ മാംസം തിന്നുക, രക്തം കുടിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷിക്കുന്നതാണ്, കുടിക്കുന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിന് തത്തുല്യമായി വേറെ ചില പദങ്ങളോട് ഞാൻ പറയും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. നിക്കോദിമോസ് ചോദിച്ചതുപോലെ നമുക്കിനിയും ഒന്നുകൂടെ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശിശുക്കളാകുക എന്ന് പറയുമ്പോൾ രൂപം കൊണ്ടാകുക എന്നല്ല, വളർച്ച കൊണ്ടാകുക എന്നല്ല, സ്വഭാവം കൊണ്ട് ശിശുക്കളെ പോലെ ആകുക എന്നേ കർത്താവ് ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ സ്തോത്രം, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. യെരിഹോവിൽ കോട്ട വീണതുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. അന്ന് ഒരു കൂട്ടം ചത്തുപോയി. ആ വാക്കാ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആമേൻ, ഈ വാക്കുകളെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇവിടെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണം നമ്മുടെ പാപപരിഹാരത്തിനുള്ള ബലിയാണെന്ന് നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കുക. അവിടെ തുടങ്ങുകയാണ് ഈ രക്തത്തിന്റെ കൂട്ടായ്മ. ആമേൻ. വിശ്വാസത്താൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവിടെ തുടങ്ങുകയാണ് ഈ രക്തത്തിന്റെ കൂട്ടായ്മ. ആമേൻ. അത് കഴിഞ്ഞാണ് ഈ ആത്മീയ ജീവൻ പ്രദാനം ചെയ്യുന്ന ആത്മീക ഭക്ഷണത്തിലേക്ക്, ആത്മീക പാനീയത്തിലേക്ക്, ലോർഡ് സപ്പറിലേക്ക് നമ്മൾ വരിക. അവിടെ തുടങ്ങുകയാണ് രക്തത്തിന്റെ കൂട്ടായ്മ. ഇങ്ങനെ നമ്മൾ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരിക. ഹല്ലേലൂയ. അവിടെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ്. ഈ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം എന്തെല്ലാം ചെയ്തോ, ആ രക്തം നമുക്ക് എന്തെല്ലാം ഒരുക്കി തന്നോ, ആ രക്തവുമായിട്ടുള്ള, ആ രക്തം ഒരുക്കി തന്ന അനുഗ്രഹങ്ങളുടെ പ്രായോക്താക്കളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. യേശുവിന്റെ രക്തം വരുത്തിയ അനുഗ്രഹങ്ങൾ ഒരു 11 എണ്ണമെങ്കിലും ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം പറയാൻ ഇന്ന് പകലിൽ നേരമില്ല. അതിൽ ഗൗരവത്തോടെ നിങ്ങൾ എന്നോടൊപ്പം വരണം. ഒന്നാമത്തെ അനുഗ്രഹം, ആ രക്തത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നാമത് നമ്മിലേക്ക് വരുന്നത് ശുദ്ധീകരണമാണ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, വാ തുറന്നു പറഞ്ഞേ, ശുദ്ധീകരണം. ഒന്നുകൂടെ പറഞ്ഞേ, ശുദ്ധീകരണം. അവിടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ചില വാക്യങ്ങൾ ഇനി നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. പരമാവധി നിങ്ങൾ ബൈബിൾ തുറന്ന് വാക്യങ്ങൾ നോക്കി നോട്ടുകൾ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി അപ്പോൾ തന്നെ ആരാധിച്ചും പ്രാർത്ഥിച്ചും പ്രാപിച്ചും ഇന്ന് പകലിലെ ഈ ആരാധന നമുക്ക് അവസാനിപ്പിക്കണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം വേഗം നിന്ന് വായിച്ചേ. എബ്രായർ 9:12. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അവിടെ നിങ്ങൾ 2 ടൈപ്പ് ശുദ്ധീകരണത്തെ കുറിച്ച് ശ്രദ്ധിക്കണം. ബൈബിൾ നോക്കിയിരുന്നാലേ മനസ്സിലാകത്തുള്ളേ. ആ വാക്യങ്ങൾ എടുക്കണം. ആമേൻ. എബ്രായ ലേഖനം 9:12-13 വരുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ അത് ന്യായപ്രമാണമാണ്. അവിടെ 2 രക്തം, ഒന്ന് ആട്ടുകൊറ്റന്മാരുടെ രക്തം, 2 കാളകളുടെ രക്തം, 3 പശുഭസ്മം. അത് ജഡിക ശുദ്ധി വരുത്തുന്നു. അതാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പം പഴയ നിയമത്തിന്റെ രക്തങ്ങൾ അഥവാ ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം, പശുഭസ്മം, ജഡിക ശുദ്ധി അർത്ഥാൽ ഭാഗ്യമായ ശുദ്ധി വരുത്തുന്നു എങ്കിൽ യേശുവിന്റെ രക്തം ഭാഗ്യ ശുദ്ധി അല്ല വരുത്തുന്നത്, നമ്മുടെ മനസാക്ഷിയെ, അതിന്റെ അശുദ്ധിയെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ എത്ര അധികം
ശുദ്ധീകരിക്കും. കേൾക്കുന്നുണ്ടോ? മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം എന്തിനാണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. ആമേൻ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് വേർഷിപ്പ് ലീഡറാണ് ലോഡ്സൺ. ഹല്ലേലൂയ. ഇവിടെ വരുന്നവരെല്ലാം ബെസ്റ്റ് വേർഷിപ്പ് ലീഡേഴ്സ് ആണ്. എനിക്കറിയാവുന്ന കീബോർഡിസ്റ്റുകളിൽ നല്ല ഒരു കീബോർഡിസ്റ്റ് ആണ് ബോവസ്. സ്തോത്രം. നല്ലത്. ഇവിടെ ഞാൻ വന്നപ്പം നല്ല സൗണ്ട് സിസ്റ്റം, ഡിജിറ്റൽ മിക്സർ, സ്തോത്രം എന്ന് വേണ്ട ബെസ്റ്റ് മോണിറ്റേഴ്സ്, നല്ല സൗണ്ട് സിസ്റ്റങ്ങൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ഇതെല്ലാം നല്ലതാണ്. ലോഡ്സന്റെ പാട്ടും ബോബസിന്റെ വായനയും ഇവിടുത്തെ നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാം കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ഇത് നമ്മുടെ ആരാധനയുടെ സഹായം മാത്രമാണ്. എന്നാൽ റിയൽ വോർഷിപ്പിലേക്ക് നമ്മളെ നയിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. അതവിടെ പറയുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ശബ്ദമുണ്ടാക്കിയാൽ പോരാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കിയാൽ പോരാ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വരുന്നവൻ മനസാക്ഷിയുടെ ശുദ്ധീകരണം കൂടെ പ്രാപിച്ചവനായിരിക്കണം. ആ ശുദ്ധീകരണം കിടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിനകത്താണ്. ആമേൻ. ഇനിയും ഫാസ്റ്റിംഗ് എന്റെ അറിവിൽ അടുത്ത 10 ദിവസം കൂടെയുണ്ട്. 10 ദിവസം സ്വർഗം ഇറങ്ങുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടണമെങ്കിൽ ഈ 30ാമത്തെ ദിവസം ദൈവം എനിക്ക് തന്ന നിയോഗത്തിനകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പറയാം, മനസാക്ഷിയുടെ അകത്തൊരു ശുദ്ധീകരണം. അതെന്തുവായി മനസാക്ഷി? മനസാക്ഷി ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന, ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന, നല്ലതാണോ ചീത്തയാണോ എന്ന് അവനോട് പറയുന്ന, അവനിൽ വാദിക്കുന്ന, ആമേൻ, അവനിലെ അഡ്വക്കേറ്റാണ് മനസാക്ഷി എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണമെങ്കിൽ കർത്താവിന്റെ ദാസന്റെ മുൻപാകെ നല്ല വേഷമൊക്കെ ധരിച്ച് ഭവ്യത അഭിനയിച്ച് ആത്മീകനായി നിൽക്കാം, നിങ്ങളുടെ മുൻപിൽ നിൽക്കാം. പക്ഷേ ആരുടെയെല്ലാം കണ്ണിൽ ഞാൻ പൊടിയിട്ടാലും എന്റെ മനസാക്ഷിയെ നിശബ്ദമാക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. എന്റെ മനസാക്ഷി എനിക്കെതിരെ എപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കും. ഓ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപമില്ലാതെ വേണം ആരാധനയ്ക്ക് വന്ന് നിൽക്കാൻ. ഇന്നലെ പറഞ്ഞത്, ഇന്നലെ ചെയ്തത്, ഇന്നലെ പോയത്, ഇന്നലെ വന്നത്, ഇന്നലെ കണ്ടത്, ഇന്നലെ ഇടപെട്ടത്, ഇന്നലെ വിളിച്ചത്, ഇന്നലെ ചെയ്തത് നമുക്കെതിരെ മനസാക്ഷി വിരൽ ചൂണ്ടുവാൻ ആയുധമായി ഉപയോഗിക്കാതെ ഇരിക്കണമെങ്കിൽ ആ മനസാക്ഷി യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ മനസാക്ഷിയുടെ ശുദ്ധീകരണം അനുഭവിക്കുന്ന ഒരാളാണ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യനാകുന്നത്. ഹല്ലേലൂയ. ജി മൈനറിലും എഫ് ഷാർപ്പിലും എഫ് മേജറിലും ബി ഫ്ലാറ്റിലും ഇ മൈനറിലും ഒക്കെ പാടുമ്പോ ശ്രുതി ചേർത്ത് പാടാൻ അറിയാം എന്നുള്ളത് കൊണ്ട് ആരാധനയാവത്തില്ല. ചിലര് ശ്രുതി ചേർത്ത് അന്യഭാഷ തന്നെ പറഞ്ഞു കളയും. തെറ്റത്തില്ല, കൃത്യം ശ്രുതിക്കകത്ത് അന്യഭാഷ പറയും. താളമേള ശ്രുതി ലയങ്ങളിൽ അവർ ആ കാര്യം വേണം ചെയ്യും. പക്ഷെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണോ? നിങ്ങളുടെ ആരാധന ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ എത്തണോ? മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഇടങ്ങളിൽ ആരാധനയുണ്ട്, പക്ഷെ മനസാക്ഷിയുടെ ശുദ്ധീകരണമില്ലാത്ത ആരാധനയാണ്. യാതൊരു മാനദണ്ഡങ്ങളുമില്ല. ബഹളമുണ്ട്, ശബ്ദമുണ്ട്, കോലാഹലങ്ങളുണ്ട്. പക്ഷേ ആരാധനയാകണമെങ്കിൽ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടണം. അച്ഛാ, എങ്ങനെയുണ്ട് മനസാക്ഷി? അപ്പോസ്തലപ്രവൃത്തി 23:1 പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിന്റെ മുൻപാകെ നടന്നിരിക്കുന്നു. നല്ല മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു. മനസാക്ഷിക്ക് ആക്ഷേപമില്ല. ദൈവത്തെ കളിപ്പിച്ചെന്ന്, പാസ്റ്റർമാരെ കളിപ്പിച്ചെന്ന്, വചനത്തെ കളിപ്പിച്ചെന്ന് മനസാക്ഷി ആക്ഷേപിക്കുന്നില്ല. പൗലോസ് പറയുന്നു, ഞാൻ നല്ല മനസാക്ഷിയോടെ നടന്നു, ദൈവത്തിന്റെ മുമ്പിൽ നടന്നു.
ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെ നടന്നു. എങ്ങനെ നടക്കാൻ പറ്റി? രക്തം മനസാക്ഷിയെ ശുദ്ധീകരിച്ചു. ആമേൻ. അതിന്റെ മാലിന്യത്തെ, അതിന്റെ കളങ്കത്തെ, അതിന്റെ പാപത്തെ ഈ രക്തം ശുദ്ധീകരിച്ചു. ദൈവത്തിന് മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് നല്ല മനസാക്ഷിയോടുകൂടിയാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യം. ദൈവത്തോട് പ്രാഗൽഭ്യമുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ചർച്ചിലെ അംഗമായതുകൊണ്ടല്ല, ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടാകുന്നത് മനസാക്ഷിയെ ആക്ഷേപിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. പിടികിട്ടുന്നുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങളോട് ഞാൻ പറയാം, ഈ രക്ഷിക്കപ്പെടാത്തവന്റെ അകത്ത് പോലും മനസാക്ഷി ഉണ്ട് കേട്ടോ. റോമാലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ന്യായപ്രമാണമില്ലാത്തവൻ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവൻ തനിക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ന്യായപ്രമാണമില്ല, എഴുതപ്പെട്ട ഒരു ലിഖിത പ്രമാണമായി അവന്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. അവന് ന്യായപ്രമാണമില്ല. പക്ഷേ ന്യായപ്രമാണത്തിലുള്ള ശരിതെറ്റുകൾ അവന്റെ മനസാക്ഷിക്കകത്ത് കർത്താവ് എഴുതി വിട്ടിരിക്കുക. ആ മനസാക്ഷി വെച്ച് ന്യായപ്രമാണത്തിനകത്ത് എന്തുണ്ടോ അതവൻ സ്വഭാവം കൊണ്ട് ചെയ്യുമ്പോൾ അവൻ തനിക്ക് തന്നെ ഒരു ന്യായപ്രമാണമായി മാറുക. ആമേൻ. നിങ്ങളോട് ഞാൻ പറയാം, സുവിശേഷം കേൾക്കാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പാലക്കാട് IPCയുടെ സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. കുറച്ച് നേരത്തെ ഞങ്ങൾ ചെന്നു. പാലക്കാട് ആയതുകൊണ്ട് രാവിലെ തന്നെ പോയി. സ്തോത്രം. ഞങ്ങളൊരു ഉച്ചയായപ്പോൾ അവിടെ ചെന്നു. അവിടുത്തെ പാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, എന്റെ ദൈവദാസനെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒരൊറ്റ സുവിശേഷകൻ താമസിക്കാത്ത 19 പഞ്ചായത്തുണ്ട്. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഒരൊറ്റ സുവിശേഷകൻ താമസിക്കാത്ത 19 പഞ്ചായത്തുകൾ. കേരളത്തിൽ തന്നെ സുവിശേഷകത്തടുത്ത ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സുവിശേഷകൻ ഇല്ലാത്ത 19 പഞ്ചായത്തുകൾ. ലോകത്തിൽ എത്രയോ ഇടങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ അവരെ എങ്ങനെ ന്യായം വിധിക്കുന്നത്? മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും. എന്താ പ്രമാണം? മനസാക്ഷിയാണ് പ്രമാണം. എങ്ങനെ ന്യായം വിധിക്കും? ന്യായപ്രമാണത്തിലുള്ളത് മനസാക്ഷിക്കകത്ത് വെച്ചേക്കുക. നമ്മൾ പറയത്തില്ലേ, ഇൻബിൽട്ടാന്ന് പറയത്തില്ലേ, അങ്ങനെ അത് ക്രിയേഷനിലെ അങ്ങനെ ബിൽഡ് ചെയ്ത വിട്ടേക്കുന്നത്. മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്നാ തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്തവനിലും മനസാക്ഷിയുണ്ട്, രക്ഷിക്കപ്പെട്ടവനിലും മനസാക്ഷിയുണ്ട്. ചിലരുടെ മനസാക്ഷി, 2 ടൈപ്പ് മനസാക്ഷിയെ പറ്റി പറയുന്നു. ഒന്ന് കഠിനമായ മനസാക്ഷി എന്ന് പറയുന്നുണ്ട്. അത് തഴമ്പ് പോലെയാണ്. മനം തഴമ്പിച്ചു എന്ന് എഫേസ്യ ലേഖനം 4:17 നമ്മൾ വായിക്കുന്ന മനം തഴമ്പിച്ചു. അവിടെ ഈ മനം തഴമ്പിച്ചു എന്ന് പറയുമ്പം ഞാൻ നിങ്ങളോട് പറയാം, ഈ ആയുധമെടുത്ത് പണിതിട്ടില്ലാത്ത ആളുകൾ ആയുധമെടുക്കുമ്പോൾ കയ്യിലൊക്കെ കുമിള വരും. അല്ലെങ്കിൽ മനസ്സിലാകുമല്ലോ, കയ്യിലൊക്കെ കുമിള വരും. ആ കുമിള അത് പൊട്ടിപ്പോയാലേ അത് ശരിയാവത്തുള്ളൂ. ഞങ്ങളെപ്പോലെയുള്ള പ്രസംഗകർക്കും ഈ പ്രശ്നമുണ്ട്. ശബ്ദം ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ വോക്കൽ കോഡിൽ വോക്കൽ ന്യൂഡ്യൂളുകൾ ഉണ്ടാകും. ആ ന്യൂഡ്യൂളുകൾ ഹീലാകുന്നത് വരെ ശബ്ദം അടക്കി വെച്ചില്ലെങ്കിൽ ആ കുമിള പോലെ വന്നിരിക്കുന്നത് തഴമ്പ് പോലെയാകും. അപ്പോഴാണ് ഹല്ലേലൂയ എന്നൊക്കെ കേൾക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള ശബ്ദം? അത് ഈ വോക്കൽ കോഡിന്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നതാ. അവർ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല. ഈ ശബ്ദം എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് അലറി കൂകിയിട്ട് ആ ശബ്ദം ഒന്ന് നോർമൽ ആകാതെ പിന്നെയും അതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുമ്പോൾ ശബ്ദം അങ്ങനെ ആയി പോകുന്നത്. ചിലപ്പോൾ സർജറി ചെയ്താൽ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജയകുമാർ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ് ഡോക്ടർ ജയകുമാർ. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും. അപ്പം തഴമ്പിച്ചു പോകുക ചിലരങ്ങനെയാണ്. ഈ മനസാക്ഷി ഇങ്ങനെ തുടർമാനമായി സംസാരിച്ചിട്ടും അത് തെറ്റാണെന്ന് മനസാക്ഷി പറഞ്ഞിട്ടും മനസാക്ഷിയുടെ ആക്ഷേപം അല്പം പോലും അംഗീകരിക്കാത്ത ഒരു വലിയ കൂട്ടം നമ്മുടെ ഇടയിലുണ്ട്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. അവരുടെ മനസാക്ഷി തഴമ്പിച്ചു പോയത്. കർത്താവിന്റെ ദാസൻ എത്ര പ്രസംഗിച്ചാലും, ഇനിയും കർത്താവിന്റെ ദാസനല്ല, കഴിഞ്ഞ കാലങ്ങളിൽ പോയി മറിഞ്ഞ് വാര്യാപുരം യോനായ്ച്ചായൻ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ വന്ന് പ്രസംഗിച്ചാലും, ഇനി അതിനേക്കാൾ ഷാർപ്പായിട്ട് പ്രവചനം പറയുന്ന കർത്താവിന്റെ ദാസന്മാർ എഴുന്നേറ്റ് പ്രവചിച്ചാലും പ്രസംഗിച്ചാലും ഈ മനം തഴമ്പിച്ചു പോയവൻ മടങ്ങി വരത്തില്ല. സ്തോത്രം. അവന് മേജർ സർജറി തന്നെ വേണം. അത് കർത്താവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മനസാക്ഷി ഉള്ളവരുണ്ട്. തഴമ്പിച്ചു പോയി, കുഴപ്പമില്ല, നീ പറയുന്ന പോലൊന്നും അല്ല. ഭാര്യ പറഞ്ഞു, മനുഷ്യ
ഇത് തീക്കളിയാണ് എന്ന് പറഞ്ഞു. നീ പറയുന്ന പോലെ ഒന്നും അല്ലടി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലല്ലോ എനിക്കറിയില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നീ അങ്ങ് മിണ്ടാതിരുന്നാൽ മതി, ദൈവത്തിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആ ദൈവം അതൊക്കെ അംഗീകരിച്ചേക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന അച്ചായന്മാരുണ്ട്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ചില കൊച്ചമ്മമാരും ഇങ്ങനെയൊക്കെ പറയുന്നവരാ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സാക്ഷി തഴമ്പിച്ചു പോയവർ. ഇനി ചില ആളുകളുണ്ട് ബലഹീന മനസ്സാക്ഷിക്കാർ. അവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു പ്രശ്നത്തിലായി പോയാൽ അയാൾക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കെന്നാ കുഴപ്പം? അവരങ്ങനെയാണ്, പിന്നെ എനിക്കെന്നാ കുഴപ്പം? ഇതാണ് ഈ ബലഹീന മനസ്സാക്ഷി. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. വിഗ്രഹാർപ്പിത സംബന്ധമായിട്ടൊക്കെ കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് അത് സമർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സാക്ഷി ബലഹീനമാണ് എന്ന് പറയുന്നുണ്ട്. അറിവുള്ളവനായി നീ അത് ചെയ്യുന്നത് കണ്ടാൽ ബലഹീന മനസ്സാക്ഷി ഉള്ളവൻ കണ്ടിട്ട് അത് തെറ്റിപ്പോ. അത് അവന്റെ പ്രശ്നം. ബലഹീന മനസ്സാക്ഷി ഉള്ളവൻ തെറ്റാൻ വേണ്ടി ഇരിക്കുന്നവനാ. ഹലോ, അവൻ എന്തേലും ഒന്ന് കണ്ടിട്ട് വേണം. സ്വോത്രം. ഉദാഹരണം പറയാണ്, എനിക്ക് അത്യാവശ്യം പാടുന്ന സമയത്ത് വായിച്ചു തരാൻ വേണ്ടിയാണ് ബോബസ് വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ഇരിക്കുന്ന കണ്ടിട്ട് നാളെ ഞാൻ ഇവിടെ ഇരുന്നാൽ എന്നാ കുഴപ്പമെന്നും പറഞ്ഞ് ഒരുത്തൻ കയറി ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് ഈ ബലഹീന മനസ്സാക്ഷിക്കാരന്റെ കുഴപ്പം. ഒരുത്തൻ ചെയ്യുന്നത് കണ്ടാൽ അതുപോലെ ഞാനും ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചെയ്യുന്നവനാണ് ബലഹീന മനസ്സാക്ഷിക്കാരൻ. അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞ് ഞാൻ അങ്ങ് വിടുക. അപ്പം ഇങ്ങനെയുള്ള മനസ്സാക്ഷികളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്ന 1 കൊരിന്ത്യർ ലേഖനം 8:8 അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. അവർ മലിനമായി തീരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നല്ല സ്പീക്കേഴ്സ് ഒക്കെ. JBLന്റെ ഞാൻ ഗ്രൗണ്ടിൽ വന്നപ്പോഴേ, ഇത് എല്ലാം അടച്ചിട്ടേക്കാണല്ലോ, ഗ്രൗണ്ടിൽ വന്നപ്പോഴേ ചെറിയ ഇടിയൊക്കെ കേൾക്കായിരുന്നു. നമുക്ക് നല്ല രസമാണ്. കീബോർഡിന്റെ അല്ലേ ഡാൻസിന്റെ 70 ഒക്കെ അങ്ങോട്ട് ഇടുമ്പോൾ നല്ല പഞ്ചാണ്, നല്ല രസമാണ്. അതൊരു 115 അങ്ങോട്ട് തുടങ്ങി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വോളിയെല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ട് ഇതെല്ലാം കിടന്ന് കിളുങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ്. എന്റെ പ്രിയരെ, ആ കൂട്ടത്തിൽ കിടന്ന് 6/8 റഥമൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ചാടിയാലൊന്നും ആരാധനയാവത്തില്ല. കേൾക്കുന്നുണ്ടോ? ആരാധന ദൈവപ്രസാദമാകണമെങ്കിൽ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടണം. യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നവന്റെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും. ആമേൻ. ഈ ഗുഡ് ഫ്രൈഡേയിൽ എനിക്ക് വേറെ എന്നാ പറയാനുള്ളത്? ഈ ഗുഡ് ഫ്രൈഡേയിൽ രക്തത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തേക്ക് കയറി വാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 13:11 നമ്മൾ അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട കാര്യം. മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ, സ്തോത്രം, പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. ആമേൻ. പാളയത്തിന് പുറത്തു വെച്ച് രക്തമെടുത്ത, പാപപരിഹാരത്തിനുള്ള രക്തമെടുത്ത മൃഗത്തിന്റെ ഉടൽ ചുട്ടുകളയുന്നു. അടുത്ത വാക്ക്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. നഗരവാതിലിന് പുറത്ത് വെച്ച് സമാനതകളില്ലാത്ത കഷ്ടം യേശു അനുഭവിച്ചു. ആ കഷ്ടം വിശദീകരിച്ചാൽ തീരത്തില്ല. രാത്രി നമുക്കത് പറയാം, കേട്ടോ. ആമേൻ. എന്താണ് സംഭവിച്ചത്, എന്തല്ല, രാത്രി നമുക്ക് ചിന്തിക്കാം. ക്രൂശീകരണം. അവിടെ മനസ്സിലാകും നഗരവാതിലിന് പുറത്തു വെച്ച് യേശു അനുഭവിച്ച കഷ്ടത എന്താണെന്ന്. ഹല്ലേലൂയ. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് ചെല്ലാനാ പറഞ്ഞത്. അവന്റെ അടുക്കൽ ചെല്ല്. എവിടെ? കുരിശിന്റെ അടുക്കൽ ചെല്ല്. എവിടെ? കുരിശിന്റെ ചുവട്ടിൽ ചെല്ല്. അവിടെയാ നമുക്ക് ആ ശുദ്ധീകരണത്തിന്റെ മർമ്മം കാണാൻ പറ്റുന്നത്. അവന്റെ അടുക്കൽ ചെല്ല്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തെ ഈ രക്തത്തിന്റെ കൂട്ടായ്മയിലെ അനുഗ്രഹം പാപപരിഹാരമാണ്. അത് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപപരിഹാരം. മൂന്നാമത്തെ അനുഗ്രഹമാണ് പ്രായശ്ചിത്തം. അതൊന്ന് വിശദീകരിക്കേണ്ടതാ. പ്രായശ്ചിത്തം എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് പറ. ആ രക്തത്തിന്റെ കൂട്ടായ്മയിൽ മൂന്നാമത് നമ്മുടെ മേൽ വന്നു കയറിയതാണ് പ്രായശ്ചിത്തം. എന്തോ ഈ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ? പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ കാഫർ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കാഫർ.
ഈ കാഫർ എന്ന് പറയുമ്പോൾ മൂടുക, സമാധാനപ്പെടുത്തുക, റദ്ദ് ചെയ്യുക, കഴുകുക, ദുർബലമാക്കുക, പൊറുപ്പിക്കുക, നിരപ്പ് നൽകുക എന്നൊക്കെയാണ്. അപ്പം നമുക്ക് പ്രായശ്ചിത്തമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയരെ, നമ്മുടെ പാപത്തെ കർത്താവ് മൂടി. എങ്ങനെ മൂടി? അവിടുത്തെ രക്തത്താൽ. പിടികിട്ടുന്നുണ്ടെന്ന് എന്റെ ചിന്ത. പാപത്താൽ സ്തോത്രം മലിനമായി പോയ, ന്യായവിധിക്ക് യോഗ്യരായ നമ്മുടെ മേൽ ആ രക്തം, പ്രായശ്ചിത്ത രക്തം വീണിട്ട് ആ പ്രായശ്ചിത്ത രക്തം നമ്മുടെ പാപത്തെ മൂടി. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്, പഴയൊരു പാട്ട്. സ്തോത്രം. പഴയൊരു പാട്ട്. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. പാപമെല്ലാം മറയ്ക്കുന്നവനെന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് ഒരിക്കൽ അച്ഛൻ പറഞ്ഞാണെന്ന് തോന്നുന്നു. പാപമെല്ലാം മറയ്ക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. ആ നാമം ഒന്ന് ഉറക്കെ വിളിച്ച്, യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും. കർത്താവ് നമ്മുടെ പാപത്തെ മറയ്ക്കുന്നു. ഇതാ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. റോമലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ആ വാക്യം നിങ്ങൾ എല്ലാവരും എടുത്തു നോക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്തത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. കേട്ടോ കേട്ടോ, ഞാൻ ആ വാക്യത്തെ വിശദീകരിക്കാം. 40-ാമത്തെ വയസ്സിൽ ഒരുവൻ രക്ഷിക്കപ്പെടുകയാണ്. അവൻ യേശുവേ നുള്ളം കൊണ്ട് വിളിച്ചു. അവൻ മഹാപാപിയാണ്. പക്ഷേ ആ ഒരൊറ്റ വിളി കൊണ്ട് അവൻ 40 വയസ്സുവരെ ചെയ്ത മുഴുവൻ പാപത്തെയും ദൈവം തന്റെ പൊറുമയിൽ ക്ഷമിച്ച് ആ രക്തത്താൽ പാപത്തെ മറച്ചു. ആമേൻ. ഇതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പാപത്തെ മറയ്ക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്റെ പ്രിയരെ, പാപം എപ്പോഴും ദൈവകോപത്തിന് ഇടവരുത്തുന്നതാണ്. കേട്ടോണം, പാപം ദൈവകോപത്തിന് ഇടവരുത്തുന്നതാണ്. അതാ റോമർ 1:18 പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും ആമേൻ അഭക്തിക്ക് അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ, കേൾക്കുന്നുണ്ടോ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ. അതിന്റെ പിന്നിൽ അഭക്തിയുണ്ട്. ഈ സത്യത്തെ തടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഭാഷ പറ. ഇപ്പൊ ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുക, അപ്പൊ ഞാൻ ഈ വേദി നിൽക്കുന്നോണ്ട് എന്റെ പേരങ്ങ് പറയും, ഓ റോജി പാസ്റ്റർ, ഇയാളിപ്പോ അങ്ങനെ ഈ വിമർശിക്കാൻ നേരത്തെ പാസ്റ്റർ എന്നൊന്നും പറയത്തില്ല, ഇയാളിപ്പോ ഇതെല്ലാം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, ഇയാൾ ആരാ ഇതൊക്കെ പറയാൻ, ഇയാൾ ഇതെല്ലാം പെർഫെക്റ്റ് ആണോ, ഇത് പ്രസംഗിക്കാൻ ഇയാൾക്ക് എന്താ യോഗ്യത? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ. ഞാൻ നിങ്ങളോട് പറയാം, അത് ബോബസ് ആകട്ടെ, ആമേൻ, പാസ്റ്റർ ലോഡ്സൺ ആകട്ടെ, ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആരുമാകട്ടെ, നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി ഒരു ദൈവ ശബ്ദം പറയുമ്പോ എന്നാ യോഗ്യത എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു മതിൽ ഉണ്ടാക്കുമ്പോൾ, എന്റെ പ്രിയരെ, ഇവിടെ പറയുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്ന്, പക്ഷേ ബൈബിൾ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സത്യത്തെ തടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു മതിലിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സ്റ്റാൻഡിന്റെ മുകളിൽ സ്തോത്രം ഫൈബർ ഗ്ലാസ് ആണ് കിടക്കുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആണ്. സ്തോത്രം. ഇതിലൂടെ നോക്കിയാലും എനിക്ക് നിങ്ങളെ കാണാം. പക്ഷേ ആമേൻ, ഈ ട്രാൻസ്പെറന്റ് ആണെങ്കിലും ആമേൻ, ഇവിടെ ഒരു
പ്രതലം വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് സത്യം അങ്ങോട്ട് വരാതിരിക്കത്തക്ക വിധത്തിൽ ഇരിക്കുമ്പോ ട്രാൻസ്പെറന്റ് പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇടയ്ക്കൊരു ഭിത്തി ഉയർന്നു നിൽക്കുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ദൈവവചനം വിരൽ ചൂണ്ടി ആലോചന പറയുന്നിടത്ത് ഇയാൾക്കെന്താണ് യോഗ്യത, നിനക്കെന്താടാ യോഗ്യത, നീ ആരാടാ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു മനസ്സ് അകത്ത് ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാകട്ടെ എവിടെയുമാകട്ടെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, അങ്ങനെയുള്ളവരുടെ നേരെ ഈ വചനം പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ബൈബിൾ തുറന്ന് നോക്കാൻ. സ്തോത്രം. വേണോ? സ്തോത്രം. വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒക്കെ പശക്കകത്ത് മൂക്കി ഹാങ്കർ ഈ ഷർട്ട് കിടക്കുന്നത് പോലെ ഇങ്ങനെ വടി പോലെ വന്നിരുന്നിട്ട് ദൈവത്തിന്റെ കോപം കൊണ്ട് ഇറങ്ങിപ്പോകരുത് കേട്ടോ. പിടികിട്ടിയില്ല. ചർച്ചിനകത്ത് വന്നിരിക്കുന്നത് ഹാങ്കർ ഷർട്ട് ഇട്ടിരിക്കുന്നത് പോലെയാ. അനങ്ങത്തില്ല, കൈയടിക്കത്തില്ല, എഴുന്നേക്കത്തില്ല. സ്വർഗത്തിലെ ദൂതന്മാര് കർത്താവിന്റെ മുമ്പിൽ സിംഹാസനത്തെ തറയിലിട്ടിട്ട്, കിരീടത്തെ തറയിലിട്ട് സിംഹാസനത്തിൽ നിന്ന് താഴെ വീണ് കിടന്ന് ആരാധിക്കുക. നമ്മൾ നീൽക്കമലിന്റെ 450 രൂപയുടെ ചേറയിൽ വലിയ സിംഹാസനം പോലെ ഇരിക്കുന്നേ. സ്വോത്രം. എഴുന്നേക്കില്ല. നമ്മൾ വേണമെങ്കിൽ ഈ 6 നിലയും സ്റ്റെപ്പ് ചവിട്ടിക്കേറി വരും. പക്ഷെ എഴുന്നേറ്റ് ഒന്ന് ആരാധിക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ എഴുന്നേക്കുകയില്ല. ആമേൻ. അമ്മാമേ അതിനകത്തുണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, കണക്ക് കൂട്ടിയാൽ മതി. എഴുന്നേക്കുകയില്ല. എടാ, മൂപ്പന്മാര് സിംഹാസനത്തിൽ നിന്ന് താഴെ വീണ് കിടന്ന് ആരാധിക്കുക. അന്നേരം നീൽക്കമലിന്റെ 450 രൂപയുടെ ചെയറ കയറിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടത്തക്ക വിധത്തിൽ സത്യത്തെ അനീതി കൊണ്ട് തടുക്കരുത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പാപം എപ്പോഴും ന്യായവിധിയെ വിളിച്ചു വരുത്തുന്നതാണ്. ആ ന്യായവിധിയെ വിളിച്ചു വരുത്തുന്ന പാപത്തിന്റെ ആമേൻ ആ കുറ്റം നമ്മുടെ മേൽ വരാതിരിക്കത്തക്ക വിധത്തിൽ പ്രായശ്ചിത്ത രക്തം പാപത്തെ മൂടുകയാണ്. മുൻ കഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിടുന്ന യേശുവിന്റെ പ്രായശ്ചിത്ത രക്തം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പൊ രക്തത്തിന്റെ കൂട്ടായ്മയിലെ അടുത്ത അനുഗ്രഹമാണ് പ്രായശ്ചിത്തം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വിശദീകരിക്കാനായിട്ടുണ്ട്. ആമേൻ. ആമേൻ. സ്തോത്രം. എല്ലാം പറയാനായിട്ട് ഞാൻ നേരം എടുക്കുന്നില്ല. എനിക്ക് അടുത്ത പോയിന്റ് ചെയ്യേണ്ട ഒരു 2 പാർട്ട് കൂടെ ഉണ്ട്. അവിടേക്കാണ് ഞാൻ വേഗം എത്താനായിട്ട് ശ്രമിക്കുന്നത്. 4ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. എന്റെ പ്രിയരെ, അകൃത്യമുണ്ട്, പാപമുണ്ട്, അതിക്രമമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. അകൃത്യമുണ്ട്, പാപമുണ്ട്, അതിക്രമമുണ്ട്. അവിടെ സിൻ എന്ന് പറയുമ്പോൾ ഹമാർഷിയാണ്, ലക്ഷ്യം തെറ്റുക, മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക. എന്നാൽ അകൃത്യം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിണിത ഫലമാണ്. വിലാപങ്ങളുടെ പുസ്തകം 7:2 നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായി, അവരുടെ അകൃത്യം ഞങ്ങൾ ചുമക്കുന്നു. അപ്പം പാപം ചെയ്തിട്ട് അപ്പം ചത്തു, പക്ഷേ അകൃത്യം മക്കളുടെ മേൽ കൈമാറ്റം ചെയ്തു. നമുക്ക് ഈ തലമുറയിൽ ഇങ്ങനെ ഒരു കൈമാറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ല. നിങ്ങൾ ഇപ്പൊ 35 വയസ്സേ കാണത്തുള്ളൂ. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന വീട്ടിലാർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടോ എന്ന്. ഓ, ഡയബറ്റിക് ഉണ്ട് മാസ്റ്റർ. അപ്പൻ 65ാമത്തെ വയസ്സിലാണ് ഉണ്ടായത്. അപ്പൻ 65ാമത്തെ വയസ്സിൽ ഡയബറ്റിക് ഉണ്ടായാലും മോനെ, നീയും നിന്റെ അപ്പനുമായി നിനക്കറിയാൻ മേലാത്ത, കാണാൻ മേലാത്ത ഒരു കണക്ഷൻ കിടപ്പുണ്ട്, ജീനിന്റെ കണക്ഷൻ കിടപ്പുണ്ട്. ആമേൻ. എന്റെ പ്രിയരെ, ഇവിടെ ഉപയോഗിക്കുന്ന മൈക്രോഫോണിന്റെ ആമേൻ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കേബിളാണ്. എന്നാൽ ഇതില്ലാത്ത വേറൊരു മൈക്രോഫോൺ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ ചുവട്ടിൽ UHF എന്നും VHF എന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാൻ മേലാത്ത ഒരു കണക്ഷൻ അതിന്റെ റിസീവറിലേക്ക് ആ മൈക്കിനുണ്ട്. ഇതുപോലെ അപ്പനിൽ നിന്നും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന, അത് രോഗമാകട്ടെ,
അത് പ്രശ്നമാകട്ടെ. എത്രയോ സംഭവങ്ങൾ എനിക്കറിയാമെന്നറിയാമോ? അപ്പനുള്ള രോഗം മോന്, അപ്പന് വന്ന അതേ പ്രായത്തിൽ മകനും ആ രോഗമുണ്ടാകുന്നു. അമ്മയ്ക്കുള്ള രോഗം മകൾക്ക്, അമ്മയ്ക്ക് വന്ന അതേ സമയത്ത് മകൾക്കും ആ പ്രശ്നമുണ്ടാകുന്നു. ഇങ്ങനെ എത്ര 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 പ്രശ്നങ്ങൾ അമ്മ കൈമാറ്റം ചെയ്യുന്നതായി. അതിനെയാണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. പരമ്പരാഗതമായി, പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വരുന്ന ചില കൈമാറ്റങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. നിങ്ങളുടെ അപ്പന്റെ രോഗം നിങ്ങൾ ചുമക്കണ്ട കേട്ടോ. നിങ്ങളുടെ അമ്മയുടെ രോഗം നിങ്ങൾ ചുമക്കണ്ട. അതെന്നെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കാണാൻ മേലാത്ത ആ കണക്ഷന് ബ്രേക്ക് ചെയ്ത ഒരു കർട്ടൻ ആമേൻ നിങ്ങളുടെ മുൻപിൽ വീണിട്ടുണ്ട്. അത് യേശുവിന്റെ രക്തമാണ്. ഓ ഹല്ലേലൂയ. കുരിശിന്റെ വഴിയിൽ 14 മുത്തുകുത്തിയ പലർക്കും ഇതിന്റെ അർത്ഥം അറിയത്തില്ല കേട്ടോ. മശിക പിന്നെ ഈ നിലത്ത് വീണു എന്ന് പറഞ്ഞപ്പോ നടു റോഡിൽ, അതൊരു സമ്മതിക്കേണ്ട കാര്യം കേട്ടോ. നടു റോഡിൽ 14 മുട്ടുകുത്തുന്നത് കൊച്ചു കാര്യമല്ല. ഞാനത് സല്യൂട്ട് ചെയ്തേക്കുക. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. മഴയുള്ളപ്പോൾ ചള്ളക്കകത്ത് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മുട്ടുകുത്തുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലരൊക്കെ മുട്ടുകുത്തിയിട്ടുണ്ടായിരിക്കും. അന്ന് മുട്ടുകുത്തിയ പലർക്ക് ഇന്ന് മുട്ടുകുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഭക്തി കൂടി അങ്ങ് വല്ലാതെ കൂടിപ്പോയ ചില പുള്ളികളെ. ആമേൻ, സ്തോത്രം. അപ്പം അന്ന് മുട്ടുകുത്തിയവർ ഇന്ന് മുട്ടുകുത്തുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ മുട്ടുകുത്തുന്നവർക്ക് പലർക്കും അതിന്റെ അർത്ഥം അറിയത്തില്ല. നിങ്ങൾ ഇവിടുത്തെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു എയർ കർട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എയർ കർട്ടൻ, അതായത് ഈ എയർ കണ്ടീഷൻ ചെയ്ത മാളുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഗ്ലാസ് ഡോർ അങ്ങോട്ട് തുറന്ന് കയറി ചെല്ലുമ്പോൾ തലയിലേക്ക് പെട്ടെന്നടിക്കുന്ന ഒരു കാറ്റുണ്ട്. അതൊരു എയർ കർട്ടനാണ്. അകത്തുള്ള തണുപ്പ് പുറത്തു പോകാതിരിക്കാനുള്ള എയർ കർട്ടനാണത്. ഞാൻ പറയുന്നത് അത് കാണാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു വലിയ പ്രോസസ്സാണ്. അകത്തുള്ള തണുപ്പ് പുറത്തേക്ക് പോകാതിരിക്കാൻ അവിടെ ഒരു കർട്ടൻ വീഴുന്നുണ്ട്. ഞാൻ പറയാം, ഇതുപോലെ അമ്മയുടെ രോഗം നിന്നെ തൊടാതിരിക്കാൻ, അപ്പന്റെ രോഗം നിന്നെ തൊടാതിരിക്കാൻ, ആ പാരമ്പര്യത്തിന്റെ കേട്ട് വീട്ടിൽ കിടക്കുന്ന മാനസിക രോഗം, ആമേൻ, ചില കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ മന്ദബുദ്ധിയായിട്ടുള്ള അനുഭവങ്ങൾ നിന്നിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, ആമേൻ, വീട്ടിൽ ആർക്കോ മക്കളില്ല, ആമേൻ, അതുപോലെയുള്ള പാരമ്പര്യങ്ങൾ നിന്നെ തൊടാതിരിക്കേണ്ടതിന് കാണാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ കർട്ടൻ, ഒരു പുതപ്പ് വന്ന് മൂടുന്നത് പോലെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രതികരിച്ചോ. ഇവിടെ വ്യാപരിച്ചു നിൽക്കുന്നവന് ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൽ നിന്ന് ഈ പകലിൽ ആത്മാവിൽ ചിലതിനെ ബ്രേക്ക് ചെയ്യാമെങ്കിൽ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യമായി എനിക്കെതിരെ നിൽക്കുന്ന സകല ആ കെട്ടുകളെയും ഞാൻ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ അതിനെ ആമേൻ കവർ ചെയ്യുന്നു. അങ്ങനെയുള്ള കെട്ടുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആത്മാവിൽ പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ രക്തം സകല കണക്ഷനുകളെയും ബ്രേക്ക് ചെയ്യും കേട്ടോ. ഈ ഞങ്ങളൊക്കെ ഈ വീട് പണി ആരംഭിക്കാൻ നേരത്തെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആമേൻ ആ ലാൻഡ് കയറുമ്പോഴേ ഞങ്ങൾ ബ്രേക്ക് ചെയ്യും ചിലതിനെ. പ്രാർത്ഥനയുടെ വാക്കുകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വാസ്തുപുരുഷൻ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്തോട്ട് കയറുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും കന്നിമൂലയും കന്യാകോണും അഗ്നികോണും സ്തോത്രമൊക്കെ തിരക്കി നടക്കുന്ന പുള്ളികൾക്ക് ഇത് കേട്ടാ പിടിക്കത്തില്ല. പക്ഷെ യേശുവിന്റെ രക്തത്തിന്റെ കവറിങ് അനുഭവിക്കുന്നവനോട് ഞാൻ ആത്മാവിൽ പറയാം, ഒരു വാസ്തുദോഷവും ഒരു മണ്ണിന്റെ ദോഷവും നിന്നെ തൊടത്തില്ല. കാരണം നീ യേശുവിന്റെ രക്തത്താൽ മറയ്ക്കപ്പെട്ടവനാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കട്ടള മാറ്റി വെക്കുമൊന്നും വേണ്ട. പകരം കട്ടളക്കാൽ രണ്ടിന്റെ മേലും കുറുമ്പടി മേലും അവിടുത്തെ രക്തം പുരട്ടിയാൽ മതി. ആരോ വന്ന് പറഞ്ഞ് കട്ടള മാറ്റി വെക്ക്. ഇത് മരണച്ചുറ്റുള്ള വീടാണ്. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ മരണത്താൽ വീടിന്റെ മരണച്ചുറ്റു പൊളിഞ്ഞു പോയി.
അപ്പം രക്തത്താലാണ് വിടുതലുകളെല്ലാം സാധ്യമാകുന്നത്. അയ്യോ, ഇതിന്റെ കൂട്ടായ്മയിലേക്ക് വരാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര കഷ്ടമാണ്. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഭയങ്കര സാധ്യതയാണെന്ന്. ഇത് ഭയങ്കര സാധ്യതയാണ്. ഒരു മനുഷ്യൻ വഴിയെ നടന്നു പോകുമ്പോൾ, കേട്ടോ, വഴിയെ നടന്നു പോകുമ്പോൾ നിധി ഒളിച്ചിരിക്കുന്നത് കണ്ടു. അവൻ ചെന്നത് മറച്ചു. സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റു ആ വയല് വാങ്ങി. നീ നടക്കുന്ന വഴിയിൽ നിനക്കൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ നിധിയെ വിടരുത്. ആ നിധിയെ വിടല്, ആ നിധിയെ വിടല്, ആ നിധിയെ വിടല്. അതിനെ നിന്റേതാക്കിക്കൊള്ളണം. വേറെ ആർക്കും അത് കൊടുക്കരുത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഇതൊരു വലിയ നിധിയുടെ കൈമാറ്റമാണ്. ചിലതിനെ കട്ട് ചെയ്ത് കളയുന്നു, ചിലതിനെ കട്ട് ചെയ്ത് കളയുന്നു, ചിലതിന്റെ മേൽ കവറിംഗ് ആയി വെളിപ്പെടുന്ന ഒരു നിധിയുടെ കൈമാറ്റം. ജീസസ്. അപ്പൊ ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായി. അവരെന്നാ ചെയ്തേ? പാപം. ഞങ്ങൾ എന്നാ ചുമക്കുന്നേ? അകൃത്യം. 13,000 മൈൽ അപ്പുറത്ത് പോയി അമേരിക്കയിൽ ഇരുന്ന് പാപം ചെയ്താൽ 13,000 മൈൽ ഇപ്പുറത്ത് അതിന്റെ അകൃത്യം പിള്ളേരുടെ മേൽ വരും. 3,500 മൈൽ അപ്പുറത്ത് കുവൈറ്റിൽ പോയി പാപം ചെയ്താൽ 3,500 മൈൽ ഇപ്പുറത്ത് പിള്ളേരുടെ മേൽ അത് വരും. ആമേൻ. ഇവിടെ ഉപയോഗിക്കുന്ന മൈക്രോഫോണിന് 50 മീറ്റർ പരിധിയേ ഉള്ളു, കേട്ടോ, പരമാവധി 50 മീറ്റർ പരിധി. പക്ഷെ പാപത്തിന് ഭൂമിയുടെ മറുവശത്താണേലും തിരിച്ചു വരാൻ പറ്റും. ആമേൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അകൃത്യം അത് പാപത്തിന്റെ നാശഫലമാണ്. പാപം ലക്ഷ്യം തെറ്റുന്നതാണ്. അകൃത്യം അതിന്റെ നാശഫലമാണ്, പരിണിതഫലം. എന്നാൽ അതിക്രമം എന്ന് പറയുന്നത്, അതിക്രമം, ഞാൻ അതിക്രമം എന്നുള്ളതിന് സ്തോത്രം ഇങ്ങനെ ബൈബിൾ നോക്കി വന്നപ്പോൾ പരപ്റ്റോമ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:7 അത് പറയുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പരപ്റ്റോമ, അതിക്രമങ്ങൾ, അതിന് പല അർത്ഥങ്ങളുണ്ട്. 1 ഫാൾട്ട്, 2 ഓഫൻസ്, 3 ട്രസ്പാസ്. സ്തോത്രം. എന്റെ പ്രിയരെ, എല്ലാ ഓഫൻസസും, ആമേൻ, എല്ലാ ഫാൾട്ടുകളും, അതാണ് പരപ്റ്റോമ, അതാണ് അതിക്രമം എന്ന് പറയുന്നത്. യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇന്നലകളിൽ സംഭവിച്ച എല്ലാ ഓഫൻസുകളും, എല്ലാ ഫാൾട്ടുകളും, ആമേൻ, ഇന്നലകളിൽ സംഭവിച്ച അങ്ങനെയുള്ളത് എല്ലാം ഈ രക്തത്താൽ ബ്രേക്ക് ആകുകയാണ്. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചോണം, കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ കൂട്ടായ്മയിൽ പറയാറുണ്ട്, നിങ്ങളുടെ പ്രസംഗങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയാക്കണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യമുള്ള ഒരു ജനമാണ്. കാരണം നിങ്ങളുടെ ഇടയൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടയനാണ്. ഓരോ പ്രസംഗത്തിനകത്ത് പുറപ്പെടുന്ന ഓരോ ദൂതുകളും ഇൻഫർമേഷൻ ആക്കരുത്, പ്രാർത്ഥനയാക്കിക്കോണം. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാൽ ഇവിടുത്തെ രീതി പറയാം. ചേട്ടനെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, പിള്ളേരെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ബിസിനസിനെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിക്കണേ. സന്ധ്യവിശ്വസമായി 1-ാം ദിവസം യേശുവിന്റെ നാമത്തിൽ ആമേൻ. നോർമൽ പ്രാർത്ഥനയ്ക്കകത്ത് അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, സഹായിക്കണേ, അനുഗ്രഹിക്കണേ, സഹായിക്കണേ. വിശേഷിച്ച് പിള്ളേരുടെ പ്രാർത്ഥന നോക്കിയാൽ മൊത്തം സഹായിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, സഹായിക്കണേ, ഈ പദങ്ങളേ ഉള്ളൂ. പ്രാർത്ഥന വ്യത്യസ്തമാകണമെങ്കിൽ പ്രസംഗം കേൾക്കണം, കണ്ണ് തുറന്നിരുന്ന് കേൾക്കണം. AC ഒക്കെ ആയതുകൊണ്ട് ഇരിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. അപ്പോ 3 മണിക്കൂർ ഫ്രീ ആയിട്ട് വന്നിരുന്ന് അങ്ങ് ഉറങ്ങാം, അങ്ങനെ കരുതി വരരുത്. നിങ്ങൾ കേൾക്കുന്ന മെസ്സേജിനെ നിങ്ങളുടെ പ്രാർത്ഥനയാക്കണം. ഞാൻ അതിനകത്ത് വലിയൊരു മർമ്മം പറയാം. എൻ്റെ പ്രിയരെ, നിങ്ങളൊരു വചനം കേട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് ദൈവത്തിൻ്റെ
പദ്ധതിയുടെ ഭാഗമല്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കും. ഞാനത് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം എടുക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോവാം. 17-ാം അധ്യായത്തിൽ ദാവീദിന് തോന്നുക, ഞാന് ഇവിടെ അരമനയ്ക്കകത്ത് പാർക്കുന്നു, എന്റെ ദൈവത്തിന്റെ പെട്ടകം തിരശീലയ്ക്ക് കീഴെ ഇരിക്കുന്നു. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എനിക്ക് ഒരാലയം പണിയണം. അപ്പൊ ദൈവം തിരിച്ച് നാഥാനോട് പറയുന്ന ഒരു ദൂതുണ്ട്, നാഥാനെ, ഞാന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിൽ പാർത്തു വരുന്നു. ഏതെങ്കിലും ന്യായാധിപന്മാരോട് എനിക്ക് കതിരമരം കൊണ്ട് ഒരാലയം പണിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ? അപ്പോ ആലയം പണിയുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇപ്പോ ഇല്ല. പക്ഷെ ഇപ്പുറത്തിരുന്ന് ദാവീദ് പറയുക, എനിക്ക് എന്റെ ദൈവത്തിന് ഒരാലയം പണിയണം. അപ്പൊ ദൈവം തിരിച്ചു പറയുകയാണ്, ദാവീദേ, നീ പണിയത്തില്ല, പക്ഷെ നിന്റെ മകൻ ശലോമോൻ പണിയും. ആലയം പണിയണമെന്ന് ആഗ്രഹം ദാവീദിന്റെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തെ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി. നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരിടത്താണ് ഇന്ന് പകലിൽ നീ ഇരിക്കുന്നതെങ്കിലും ഒരു വചനത്തിൽ നീ ചാർജായിട്ട് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രാർത്ഥന ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കും. രാജ്യങ്ങളെ ചോദിക്ക്, പട്ടണങ്ങളെ ചോദിക്ക്, ദേശങ്ങളെ ചോദിക്ക്. അവൻ നിങ്ങൾ ചോദിക്കുന്നത് ദൈവം തന്റെ പദ്ധതിയുടെ അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നുവെന്ന് പറയുന്നത് പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് ദൈവത്തിന്റെ വചനത്താൽ ചിലർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. കുഞ്ഞെ, കരയാൻ നിന്റെ കണ്ണിൽ വെള്ളമുണ്ടോ? നിന്റെ തലയിൽ വെള്ളമുണ്ടോ? നിന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടോ? നിന്റെ പ്രാർത്ഥനകളെ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കും. ഹല്ലേലൂയ. ൽ ഞാനൊരു പ്രഭാഷകനായി, ചെറിയ മീറ്റിങ്ങുകളൊക്കെ ആയി. 2009 ആയപ്പോഴും ആ ചെറിയ ലെവലിൽ തന്നെ നിൽക്കുക. അതിനപ്പുറത്തേക്ക് എനിക്കൊരു വളർച്ചയില്ല. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള സഹോദരന്മാരൊക്കെ നോക്കിയപ്പോൾ അവരൊക്കെ പറക്കുക. ഞാൻ ഒരിക്കലും ഒരാളോട് എൻ്റെ വിഷമം പറഞ്ഞു, ദൈവദാസനെ, എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാനങ്ങോട്ട് പ്രയോജനപ്പെടുന്നില്ല. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ എനിക്ക് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. എൻ്റെ പ്രിയരെ, ആഗ്രഹം ഉണ്ടായ പോരല്ലോ, അതിനുള്ള അവസരം വേണ്ടേ? അതുണ്ടാവുന്നില്ല, എന്തോ ചെയ്യാൻ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളോട് ദൈവത്തിന് ഫേവർ കാണത്തില്ലായിരിക്കും. അത് എൻ്റെ പ്രിയരെ, ഞാൻ അതേ കേട്ടുള്ളൂ. ആമേൻ. ഞാൻ അടുത്ത ചില നാളുകൾ, എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ സമയത്താണ് ഈ ഫേവർ എന്ന് പറയുന്ന പദം കേൾക്കുന്നത്. എൻ്റെ കുറവായിരിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എന്നോട് ഇഷ്ടം തോന്നണം, എന്നോട് പ്രീതി തോന്നണം. 2009 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 11 ആയപ്പോഴേക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ തിരിയുന്നത് ഞാൻ കണ്ടു തുടങ്ങി. പതുക്കെ പതുക്കെ കാര്യങ്ങൾ തിരിയാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവത്തിന്റെ പദ്ധതികൾ ചലിക്കാൻ പോകുന്നത്. ചില കുഞ്ഞുങ്ങളോട് ഞാനൊരു ദൂത് പറയാം, മോളെ, നീ എത്ര പഠിച്ചിട്ട്, മോനെ, നീ എത്ര ശ്രമിച്ചിട്ട് നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ഫേവറിന് വേണ്ടി നീ ദൈവത്തോട് ചോദിര്. നീ കേൾക്കുന്ന ഓരോ വചനങ്ങൾ നീ ആരെ ശ്രദ്ധിക്കണ്ട, ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഒന്നും നോക്കണ്ട.
നീ അങ്ങ് പ്രതികരിച്ചോ, സ്പെഷ്യലായിട്ട് നീ അങ്ങ് പ്രതികരിച്ചോ. ഞാൻ നിന്നോട് ആത്മാവിൽ പറയാം, ദൈവം നിന്റെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് അത് തന്റെ പദ്ധതിയുടെ ഭാഗമാക്കും. നീ എന്താകാൻ പോകുന്നെന്ന് ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓ ജീസസ്. പ്രതികരിക്കാൻ പറ്റുന്നവരൊക്കെ ആത്മാവിൽ പ്രതികരിച്ചോ. പ്രതികരിക്കാൻ പറ്റുന്നവരൊക്കെ ആത്മാവിൽ പ്രതികരിച്ചോ. നിന്റെ വീടിനെ കുറിച്ച് നീ ചില പദ്ധതികൾ പറ ദൈവത്തോട്. നീ കേൾക്കുന്ന വചനത്തിൽ നീ ചാർജ് ആയിട്ട് അതുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറി യെരൂശലേം പുത്രിയുടെ മതിലെ പോലെ കണ്ണീരൊഴുക്കുക എന്നതുപോലെ നീ കണ്ണുനീരോടെ ചെന്ന് നീക്ക്. ദൈവം നിന്നെ ചലിപ്പിക്കുന്നത് നീ കാണും. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് സംസാരിക്കുന്നു. ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ടേൺ ചെയ്യുക. ചിലരുടെ ജീവിതം ഈ പകലിൽ ടേൺ ചെയ്യപ്പെടുന്നു. ചിലരുടെ അനുഭവങ്ങൾ ഇന്ന് പകൽ ടേൺ ചെയ്യപ്പെടുന്നു. കുറുക്ക് വഴിയൊന്നുമില്ല കേട്ടോ, കുറുക്ക് വഴിയൊന്നുമില്ല. എല്ലാം മടഞ്ഞു വന്ന് ചിന്തിച്ചിരിക്കുന്ന നീ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുന്ന നീ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് അതിനോട് ചേർത്തൊരു കാര്യം പറയാം. 99 ഞാൻ സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ ഒരു ഗിറ്റാറും കുറച്ച് പുസ്തകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് കർത്താവ് എനിക്ക് വായിക്കാൻ തന്ന കുറെ പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ എന്റെ പ്രാർത്ഥനയെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരിയുടെ ഞാൻ താമസിക്കുന്ന റൂമിൽ, ആമേൻ, ഞാൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി അന്നത്തെ കാഴ്ചപ്പാടിൽ ദൈവത്തോട് ചോദിച്ചതൊന്നും ഇന്ന് ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല. ഞാൻ ഇന്ന് എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അന്നത്തെ പ്രാർത്ഥനയിൽ നിന്ന് റിവീലായതാണ്. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ വെറുതെ കളയരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്തായാലും മരിക്കും, പക്ഷെ യാക്കോബായിട്ട് മരിക്കല്ല്, മരിക്കുകയാണ് ഇസ്രയേലായിട്ട് മരിച്ചോണം. അമ്മാവിയപ്പൻ പ്രതിഫലം മാറ്റുന്ന യാക്കോബ്, അമ്മാവിയപ്പൻ കളിപ്പിക്കുന്ന യാക്കോബ്, സഹോദരൻ കൊല്ലാൻ നടക്കുന്ന യാക്കോബ്, അങ്ങനെ മരിക്കല്ലേ. തിരിച്ചു യാബോക്കിൽ നീ കയറണം. അവിടെ യാക്കോബ് എന്ന നീ ഇസ്രയേലാകാൻ തുടങ്ങും. ഈ പകല് ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, എന്തായാലും മരിക്കും, യാക്കോബായിട്ട് മരിക്കല്ലേ. മരിക്കുകയാണെങ്കിൽ ഇസ്രയേലായിട്ട് മരിക്കണം. യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലേ നിന്നെ നിർമ്മിച്ചവനും. എവിടെയാ നിർമ്മാണം? അത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്താണ്. എനിക്കറിയത്തില്ല, ചിലരുടെ അകത്ത് ദൈവം ഇന്ന് പകലിൽ ഒരു നിർമ്മാണം നടത്തുക. സൃഷ്ടിക്കപ്പെട്ട നിന്റെ അകത്തൊരു നിർമ്മാണം. അപ്പന് ചെയ്യാൻ പറ്റാത്ത, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത, കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത, സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ഒരു നിർമ്മാണം. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും ഹൃദയത്തിൽ തോന്നിയതില്ല. ഒന്നിച്ചൊന്ന് പറഞ്ഞേ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും ഹൃദയത്തിൽ
നീ എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. അത് റിവീൽ ആകുന്നത് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത്. പാടിക്കേ. ഓ, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. ആർക്ക് കാണാൻ പറ്റാത്തത്, ആരും കേൾക്കാത്തത് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവം തുറക്കുന്നു. അതിനുള്ള ദിവസങ്ങളായത്. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, എന്റെ സഹോദരങ്ങളെ, ആരോ പറഞ്ഞ വ്യാജം നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത്, ചിലപ്പോ പാസ്റ്റേഴ്സ് പറഞ്ഞത്, സഭക്കാര് പറഞ്ഞത്, അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത് കാതിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. ആരും കേൾക്കാത്തതിരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിനകത്താണ്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്താണ്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്താണ്. ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങ്. നിന്നിലേക്ക് അത് ഒഴുകി വരുന്നത് നീ കാണും. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ്. രക്തത്തിന്റെ അനുഗ്രഹമാണ് അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ്. ഇവിടെ മോചനമെന്ന പദം, വീണ്ടെടുപ്പെന്ന പദമൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിക്രമങ്ങളുടെ മോചനം, മോചനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വീണ്ടെടുപ്പ് കൊണ്ട്, വീണ്ടെടുപ്പ് എന്ന പദത്തെ ഞാൻ പറയാം. രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ അത് കേട്ടോ. ഇനി നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് വരാൻ പോവാ കേട്ടോ. ഇത് ശരീരം വീണ്ടെടുക്കും. അതുകൊണ്ടാണ് നര വരുന്നത്, അതുകൊണ്ടാണ് കഷണ്ടി വരുന്നത്, അതുകൊണ്ടാണ് മുട്ടിന് വേദന വരുന്നത്, നടുവിന് വേദന വരുന്നത്. ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത് വീണ്ടെടുക്കും. ഇത് വീണ്ടെടുക്കപ്പെടും. രണ്ട് വീണ്ടെടുപ്പുണ്ട്. അന്ന് ആത്മാവിന്റെ വീണ്ടെടുപ്പ്, അത് രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ രക്തത്താൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അവിടുത്തെ വരവിങ്കൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കാൻ പോവാ. പ്രാക്കളെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കളെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രത്യാശയേറുന്നേ വരുന്നു പ്രാണപ്രിയൻ. ഇവിടെ പ്രാക്കളെ പോലെ ചിറകടിച്ചു പറന്നുയരുന്ന ഒരു സമയം ഉണ്ട്. അന്ന് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ടാകും. മരണം തൊടാത്ത, രോഗം തൊടാത്ത, പാപം തൊടാത്ത, പിശാചുക്കൾ തൊടാത്ത, ഓ ഹല്ലേലൂയ, വിൺമയമായ ഒരിടത്തേക്ക് നമ്മൾ പറക്കും. ഒറ്റക്കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ. യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിൽ നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ അനുഗ്രഹം ശുദ്ധമായ ഒരു അങ്കിയാണ്. എന്താണ്? യോഹന്നാൻ സ്വർഗത്തിൽ, മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാൻ ചോദിക്കുന്നു, വെളിപ്പാട് 7:13, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ തിരിച്ചു പറയുക, യജമാനൻ അറിയുമല്ലോ. അപ്പൊ മൂപ്പൻ തിരിച്ച് യോഹന്നാനോട് പറയുക, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. രക്തത്തിന്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് അങ്കി രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹീമം പോൽ നിഷ്കളങ്കമോനിൻ അങ്കി കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചു. ഇവിടെ മൂപ്പൻ പറയുക, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എവിടെ നിന്നാ വന്നേ? കഷ്ടത്തിൽ നിന്ന്. എന്റെ പ്രിയരെ, കഷ്ടത്തിനകത്താണ് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെയാണ് വിശ്വാസ ത്യാഗങ്ങൾ
ഡെവലപ്പ് ആകുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പരീക്ഷകൾ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്നറിയേണ്ടതിന് തിമത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചു. തെസ്സലോനിക്ക സഭയ്ക്ക് ഉണ്ടായ കഷ്ടതയുടെ അകത്ത് പൗലോസ് നിരൂപിച്ചു, ജനത്തിന്റെ വിശ്വാസം പോയി കാണും, പരീക്ഷകൻ പരീക്ഷിച്ച് കാണും. പക്ഷെ തിമത്തിയോസ് എന്നപ്പോൾ മനസ്സിലായി, ഒരു പടി പോലും അവർ പുറമോട്ട് പോയിട്ടില്ല, അവർ മുൻപോട്ട് പോയതേ ഉള്ളൂ. ഞാൻ ആത്മാവിൽ പറയാം, മരണത്തിന്റെ മുൻപിൽ, വാളിന്റെ മുൻപിൽ, പീഡനത്തിന്റെ മുൻപിൽ, പ്രശ്നത്തിന്റെ മുൻപിൽ, അപവാദത്തിന്റെ മുൻപിൽ, അപമാനത്തിന്റെ മുൻപിൽ, കെട്ടിച്ചമയ്ക്കപ്പെട്ട നൂറുകണക്കിന് കഥകളുടെ മുൻപിൽ അവർ തളരുകയല്ലായിരുന്നു, അവർ വളരുകയായിരുന്നു. മഹാകഷ്ടത്തിൽ അങ്കി ശുദ്ധമായി സൂക്ഷിച്ച ഒരു കൂട്ടം. നിങ്ങൾ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കേണ്ടത് പ്രശ്നം മാറണം എന്നുള്ളതല്ല. അത് പ്രാർത്ഥിച്ചോ പ്രിയരെ, ദൈവം അത് ചെയ്യും. നിങ്ങൾക്ക് കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ ചിരിക്കാനും ഒരു കാലമുണ്ട്. നടാൻ ഒരു കാലമുണ്ടെങ്കിൽ പറിക്കാൻ ഒരു കാലമുണ്ട്. വിതറാൻ ഒരു കാലമുണ്ടെങ്കിൽ ചേർക്കാൻ ഒരു കാലമുണ്ട്. എന്നും ഇതിങ്ങനെ തുടരത്തില്ല. നിങ്ങൾ ഇതിന്റെ നടുവിൽ കൂടെ ജയകരമായി മറുതീരം തേടും. നദി നിനക്ക് നേരെ വരും, പക്ഷെ നീ മുങ്ങത്തില്ല. പെരുവെള്ളം നിനക്ക് നേരെ വരും, പക്ഷെ കവിയത്തില്ല. തീ നിന്റെ നേരെ വരും, പക്ഷെ നിന്നെ ദഹിപ്പിക്കത്തില്ല. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, അവരുടെ എണ്ണമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രൊഫറ്റിക്കൽ, ആമേൻ, എസ്കറ്റോളജിക്കൽ ടോപ്പിക്കുകളായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിന് നേരമില്ല. ഹല്ലേലൂയ. പക്ഷെ മൂപ്പൻ പറയും, ഇവർ കഷ്ടത്തിൽ നിന്ന് വന്നവർ. പക്ഷെ കഷ്ടതയുടെ അകത്ത് ഇവര് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു. ജീസസ്. ശുദ്ധമായ അങ്കി പുതിയ നിയമത്തിന്റെ ഏറ്റവും ഗൗരവമേറിയ ഉപദേശമാണ്. അത് കുഞ്ഞാടിന്റെ രക്തത്താൽ സംഭവിക്കുന്നതാണ്. ശുദ്ധമായ അങ്കി. ഞാൻ ധരിച്ചിരിക്കുന്ന വെള്ളവസ്ത്രം, ഇതിന്റെ സെന്ററിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നാൽ ഏറ്റവും പുറകിലിരിക്കുന്നയാളും വെള്ളെഴുത്തുള്ളവരാണ് പോലും അത് കാണും. വെള്ളയുടെ പ്രത്യേകതയാണ്. ആമേൻ. ഇതുപോലെ ശുദ്ധമായ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ശുദ്ധമായി പാടുകയല്ല, ശുദ്ധമായി പ്രസംഗിക്കുകയല്ല, ശുദ്ധമായി ജീവിക്കുന്ന, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പോരാ പോരാ, അല്പം കൂടെ ശബ്ദമുയർത്തി. ആമേൻ. അതിന്റെ ചില വിശദീകരണങ്ങളിലേക്ക് നമുക്ക് വരണം. വെളിപ്പാട് പുസ്തകം 3-ാം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, കുറെ പേർ. എല്ലാവരും കൂടെ പറഞ്ഞേ. ബാക്കിയുള്ളവരുടെ കാര്യം സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയാം, ഒരു റമനന്റ് ഉണ്ട് കേട്ടോ. ഈ കാലത്തിലും കൃപയാലുള്ള ശേഷിപ്പിൻ പ്രകാരം ഒരു റമനന്റ്, ഒരു ശേഷിപ്പ് കർത്താവ് കൊണ്ടുപോകാൻ വരുന്നത് എല്ലാ പെന്തക്കോസ്താക്കാരെയല്ല. ഈ റെജി ശാസ്താംകോട്ട എന്ന പേരെനിക്ക് വന്നതിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാൻ ആ നാടുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. ഞാൻ ആ പഞ്ചായത്തിൽ പോയിട്ട് 11 വർഷമായി. ആമേൻ. ഞാൻ കുമ്പനാടാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. കോട്ടയത്താണ് ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ഈ ശാസ്താംകോട്ടയിൽ പെന്തക്കോസുകാരെന്ന് അവർക്ക് പറയാൻ അറിയത്തില്ല. അവർ പെന്തക്കോസ്താക്കാർ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറയും, ഇതുവരെ പെന്തക്കോസ്താക്കാർ എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിട്ടില്ല. കോണ്ടസ എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിരുന്നു. ഇനി നാളെ പെന്തക്കോസ്താക്കാർ എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിക്കൂടെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ തന്നെ എസ്ക്രോസ് എന്നൊക്കെ പറഞ്ഞ് പലതും വന്നിട്ടുണ്ട്. നാളെ ഇനി ഒരു പെന്തക്കോസ്താക്കാർ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് ഇപ്പൊ പെന്തക്കോസ്താക്കാറാണ് അവര് എന്നൊക്കെ പറ. നാളെ ഒരു കാർ അങ്ങനെയൊക്കെ ഉണ്ടായേക്ക്. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പെന്തക്കോസ്താക്കാരെയും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്, ഉടുപ്പ് മലിനമാകാത്തവരെ. കർത്താവ് പറയുന്നു, അവിടെ എനിക്ക് കുറച്ചു പേരുണ്ട്. ആരാണെന്ന് അറിയാമോ? ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് അവിടെ ഉണ്ട്.
ഞാനത് ഈ സഭാ പശ്ചാത്തലങ്ങളിൽ വേണം അത് പറയാന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെർഗമോസ് സഭയിലേക്ക് വരുമ്പോ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എങ്കലുള്ള വിശ്വാസം നിഷേധിക്കാത്ത ഒരു കൂട്ടം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, എങ്കിലും നിക്കോലാവ്യരുടെ ഉപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. മനസ്സിലായോ? ഇരിക്കുമ്പോ എല്ലാരും കൂടെ ഒന്നിച്ചായിരിക്കുന്നത്. ഒറ്റ സ്പീക്കർ എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഒറ്റ പാനപാത്രത്തിൽ നിന്നാ കുടിക്കുന്നത്. ഒറ്റ പ്ലേറ്റിലെ അപ്പമാ തിന്നുന്നത്. പക്ഷെ രണ്ട് ഫെയ്ത്ത് സിസ്റ്റമാ. ഒരുത്തൻ പറയുന്നു, അന്തിപ്പാസിനെ കൊന്നാലും ഞാൻ കുലുങ്ങുകയില്ല, നിങ്ങൾ വേണേ പിന്മാറിക്കുക, എന്നെ കൊന്നാലും ഞാൻ മാറുകയില്ല. അയ്യോ, അതാണ് സ്മുർന ചർച്ചിന്റെ പ്രത്യേകത. നമ്മളൊക്കെ വിടുതൽ കേട്ട് വിശ്വാസത്തിലേക്ക് വന്നവരാണെങ്കിൽ, സ്മുർന സഭയിലുള്ളവർ വിശ്വാസത്തിലേക്ക് വന്നത് വിടുതൽ കേട്ട് വന്നതല്ല, രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി വന്നതാണ്. അതാ സഭാപിതാവായ തെർത്തുല്യം പറഞ്ഞത്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അവർ വിശ്വാസത്തിലേക്ക് വന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടിയ. കാറ് കണ്ടല്ല, വീട് കണ്ടല്ല, വീസ കണ്ടല്ല, കൊച്ചിന് നല്ല ജോലി കണ്ടല്ല, അവർ ഇതൊന്നും കണ്ട് വന്നവരല്ല. അവർ യേശുവിന് വേണ്ടി മരിക്കാൻ വന്നവരാ. അങ്ങനെയുള്ളവരുണ്ടെന്ന്. അന്തിപ്പാസിനെ കൊന്നാലും വിശ്വാസം ത്യജിക്കാത്തവർ കൂട്ടം കർത്താവിനുണ്ട്. പക്ഷെ അവിടെ ബിലിയാമി ഉപദേശക്കാരും നിക്കോലാവി ഉപദേശക്കാരും ഇരിപ്പുണ്ട്. എനിക്കത് വിശദീകരിക്കാൻ നേരമില്ല, അത് വേറൊരു ടോപ്പിക്കാ. ഹല്ലേലൂയ. ഇവിടെ പറയുക, സർദീസിൽ എനിക്ക് കുറച്ചു പേരുണ്ട്. ആരാന്നറിയാമോ? ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ. കുഞ്ഞ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നത് നിന്റെ PhD കൊണ്ടല്ല. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നത് നിന്റെ ഡബിൾ PG കൊണ്ടല്ല. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നത് നിന്റെ മികവ് കൊണ്ടല്ല, നിന്റെ സംഘടന പാഠവം കൊണ്ടല്ല. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കപ്പെടുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിലാണ്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ ഗുഡ് ഫ്രൈഡേയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രാർത്ഥന, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമെന്നുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, ഇന്റർനെറ്റുമായി കൈകാര്യം ചെയ്യുന്നവർ, കാര്യങ്ങളുമായി ഇടപെടുന്നവർ, ഈ പകലിൽ പ്രാർത്ഥിച്ച് ഈ രക്തത്തിന്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മ എനിക്ക് വേണം. എന്റെ ഉടുപ്പ് മലിനമാകാതെ. ഓ ജീസസ്. അങ്ങനെയുള്ളവർക്ക് നിത്യതയിൽ സ്ഥാനമുള്ളു കേട്ടോ. ഉടുപ്പേൽ കറ പിടിക്കരുത്. ഉടുപ്പേൽ കറ പിടിക്കരുത്. ഉടുപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വസ്ത്രമാണെന്ന് ചിന്തിക്കുക. ലൈഫാണ് ഉടുപ്പ്. ഉടുപ്പ് ലൈഫാ. കറ പിടിക്കില്ല. വിട്ടുനിന്നോണം. കറ പിടിക്കാൻ സാധ്യതയുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്നോണം. കറ പിടിക്കാൻ സാധ്യതയുള്ള കണക്ഷനിൽ നിന്ന് വിട്ടുനിന്നോണം. കറ പിടിക്കാൻ സാധ്യതയുള്ള ഇടത്ത് നിന്ന്. അതുകൊണ്ട് തീമോഥെയോസിനോട് പറഞ്ഞു, വിട്ടുമാരുവിൻ, വിട്ടുമാരുവിൻ, അവരുടെ നടുവിൽ നിന്ന് വിട്ടുമാരുവിൻ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായി ഉള്ളവ ഇത് വിട്ട് ഓടണം. അവിടെ അല്പം ഇവിടെ അല്പമല്ല. ഉടുപ്പ് മലിനമാകാത്ത. പറ്റുമെങ്കിൽ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണൊന്നടച്ചേ, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ, കർത്താവ് ഉടുപ്പ് മലിനമാകാതെ നിൽക്കാനുള്ള അഭിഷേകം എനിക്ക് താ. ഒരു പക്ഷെങ്കിൽ ഈ പകലിലത്തിലെ ഏറ്റവും മികച്ച പ്രാർത്ഥനയായിരിക്കും അത് കേട്ടോ. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രാർത്ഥനയായിരിക്കും അത്. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാൻ. ജീസസ്. പലരുടെയും കണ്ണുകൾ നിറയുന്നതും ഒഴുകുന്നതും ഞാൻ കാണുന്നുണ്ട്. വിടുതലിന്റെ ദൂത് പറഞ്ഞിട്ടല്ല, വീസയുടെ ദൂത് പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നുവെന്ന് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നത് കൊണ്ടാ. ഇന്ന് പകലിൽ അവിടുത്തെ മഹത്വം ഇവിടെ ഇറങ്ങുന്നത് കൊണ്ടാ. കർത്താവിനോട് പറ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാൻ. ഈ സമയത്ത് രണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു.
നിങ്ങൾ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് മക്കളെയും കർത്താവ് സ്പർശിക്കട്ടെ. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, അവരെ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം കർത്താവിനോട് പറ, കർത്താവ് എന്റെ തലമുറ ഉടുപ്പും മലിനമാകാതെ നിൽക്കുന്നവരാകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ വിടുതലിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഉടുപ്പ് മലിനമാകാത്ത തലമുറ. ചിലപ്പോ നിന്റെ കുഞ്ഞിന് 3 വയസ്സേ കാണത്തുള്ളൂ, എന്നാലും പ്രാർത്ഥിച്ചോ, അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ, എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ എന്റെ തലമുറ ഉടുപ്പ് മലിനമാകാതെ നിൽക്കുന്നവരായി കാണാൻ എനിക്ക് ഭാഗ്യം തരണമേ. രണ്ട് പത്രോസ് 3:14 പറയുന്നു, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി നിങ്ങളെ കാണാൻ കർത്താവ് ഉത്സാഹിക്കുക. ഈ മീറ്റിംഗിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത് കർത്താവിന്റെ ഉത്സാഹത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ കറയില്ലാത്തവരായി കർത്താവിനെ കാണുന്ന ഉത്സാഹിക്കുക കർത്താവ്. റെജി പാസ്റ്റർക്ക് ഒരു പ്രസംഗം പ്രസംഗിച്ച് തീർക്കാനുള്ള വ്യഗ്രതയല്ല ഇത്. ആമേൻ. കർത്താവിന്റെ ദാസന് ആമേൻ ഒരു മീറ്റിംഗ് കൂടെ നടത്താനുള്ള ഒരു ആവേശമല്ല ഇത്. ചിലരുടെ ജീവിതത്തിൽ കറയില്ലാത്തവരെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപക്ഷെങ്കിൽ ആമേൻ ഈ സഭയുടെ ഇടയൻ എന്നുള്ളതിൽ കർത്താവിന്റെ ദാസൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള സകല ലീഡേഴ്സും ആഗ്രഹിക്കുന്നതിനേക്കാൾ കർത്താവ് ഉത്സാഹിക്കുകയാണ്. എന്റെ ജനത്തെ എനിക്ക് കറയില്ലാത്തവരായി കാണണം. കർത്താവ് ഉത്സാഹി. കർത്താവിനോട് പറ, എന്നെ ഒന്ന് സഹായിക്കണം. രക്തത്തിന്റെ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അതാ സംഭവിക്കുന്നത്. കറയില്ലാത്തവരായി എഫെസ് ലേഖനം പറയുന്നത് പോലെ അവൻ അവളെ ജലസ്നാനത്തോട് കൂടി വെടിപ്പാക്കി കറയും ചുളുക്കവും ഒന്നുമില്ലാത്തവളായി അവൻ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു പെർഫെക്റ്റ് ബ്രൈഡിനെ വേണം. രക്തത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ച, രക്തത്താൽ കഴുകപ്പെട്ട, കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു പെർഫെക്റ്റ് ബ്രൈഡിനെ കർത്താവിന് വേണം.